warahmatullahi wabarakatuh. Alhamdulillah, nahmaduhu wa nasta'inuhu wa natawakkalu alayhi. Na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله مولانا العلي العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم لتتبعن سنن من كان قبلكم ضاعا بضاع شبرا بشبر حتى لو دخلوا جحر لب لسلكتموه فقالوا اليهود والنصارى يا رسول الله فقال ثم من صدق رسول الله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. الصلاة والسلام عليك يا رسول الله. خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي. അഭിയന്തരായ പണ്ഡിത മഹത്തുക്കളെ, സ്നേഹധന്യരായ സാദാത്തുക്കളെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കുറെ വർഷങ്ങളായി റമളാനിൽ ഇതുപോലെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ദ് ഫള് കൊണ്ട് നമ്മൾ ഇവിടെ ഒരുമിക്കുന്നത് പോലെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധ റമളാനിന്റെ പുണ്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും കരകരമായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാ മഹാരോഗങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളേവരെയും അല്ലാഹു കാക്കുമാറാകട്ടെ. രോഗങ്ങൾ ബാധിതരായിട്ടുള്ള നമ്മുടെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫാ ചെയ്യുമാറാകട്ടെ. ഈ മസ്ജിദിന്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന, അതുപോലെ നമ്മളിൽ നിന്ന് വഫാത്തായി പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ഗുരുവര്യന്മാർ, അതുപോലെ തന്നെ മഹാന്മാരായ നേതാക്കൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. നാളെ ഒരുമിച്ച് കൂടാൻ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും അവസാനത്തെ 10 ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു അവന്റെ പരിശുദ്ധ ദീനിന്റെ സംവിധാനം ഒരു മനുഷ്യനെ പൂർണ്ണമായും ശുദ്ധമായ ഒരു മനുഷ്യപ്രകൃതിയിലേക്ക് എത്തിക്കാനാവുന്ന വിധത്തിൽ അല്ലാഹു സംവിധാനിച്ചു. ഒരു മുഅ്മിൻ എല്ലാ തലങ്ങളിലും ജീവിതത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് തന്നെ നിശ്ചയിക്കേണ്ടതുണ്ട്.
അള്ളാഹുവിന് സമർപ്പിതമായ ഒരു മനസ്സിനെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ഹനീഫ് എന്ന് വിളിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ഹനീഫായിരുന്നു. ഒരു മുസ്ലിം എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു പറഞ്ഞത് ഹനീഫ് എന്നാണ്. അള്ളാഹു പറയുന്നു, മക്കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ, മക്കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ജൂതനോ ക്രൈസ്തവനോ ആയിരുന്നില്ല, മറിച്ച് വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, ഒരു ഋജുമാനസനായ സത്യവിശ്വാസിയായിരുന്നു. ഋജുമാനസനായ സത്യവിശ്വാസി. അവിടെയാണ് ഒരു മുസ്ലിം ശരിയായി മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിം അള്ളാഹുവിലേക്കല്ലാതെ, അവന്റെ പരിശുദ്ധ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകളിലേക്കല്ലാതെ, അവിടുന്ന് പഠിപ്പിച്ചത് പ്രകാരമുള്ള സംസ്കാരത്തിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും നീങ്ങാൻ പാടില്ലാത്തവല്ല. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യ. അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്, അള്ളാഹു കൽപ്പിക്കുന്നതും മില്ലത്തു ഇബ്രാഹിം അനുസരിക്കാനാണ്. മില്ലത്തു ഇബ്രാഹിം, ആ ഇബ്രാഹിം ചര്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹനീഫായി ജീവിക്കലാണ്. അതായത് ഹനീഫ് എന്ന് പറഞ്ഞാൽ നേരെ നാം മനസ്സിലാക്കേണ്ടത് മറ്റൊരു സംസ്കാരത്തിലേക്കും ചായാതെ ചരിയാതെ ഉടമസ്ഥനായ തമ്പുരാന്റെ പരിശുദ്ധമായ ദീനിനനുസൃതമായി ജീവിക്കുന്നവനെയാണ് ഹനീഫ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സുബൈക്ക് തുടങ്ങും ഒരു പണി, എന്താ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ السماوات والأرض حنيفا مسلما وجهت وجهي للذي فطر السماوات والأرض. ആകാശഭൂമികളെ മറ്റു രൂപങ്ങളുടെ, ചിത്രങ്ങളുടെ, ഭാവനകളുടെ മാതൃകകളില്ലാതെ തന്നെ സൃഷ്ടിച്ചു തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് ഞാൻ എന്റെ മുഖം തിരിക്കുകയാണ്. ഹനീഫൻ മുസ്ലിമാ, മറ്റൊരു സംസ്കാരത്തിലേക്ക് പോലും ചായാതെ ഋജുമാനസനായി എന്റെ തമ്പുരാനിലേക്ക് തന്നെ ഞാൻ മുഖം തിരിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിന്റെ നമസ്കാരത്തെയും ഇബാദത്തിനെയും മറ്റെല്ലാത്തിനെയും എന്റെ ജീവിതമടങ്കം മുഴുവനും എന്റെ തമ്പുരാനിലേക്ക് തന്നെയാണ്. ഹനീഫൻ മുസ്ലിമാ. ഇമാം ഗസാലി തങ്ങൾ പറയും റഹ്മഹുല്ലാഹ്, ആദ്യം അത് സുബഹിക്ക് നുണ പറഞ്ഞ് തുടങ്ങണം. സുബഹിക്ക് നുണ പറഞ്ഞു തുടങ്ങണം. ആരോടാ നുണ പറഞ്ഞത്? പഠിച്ചവനോട്. എന്താ കാര്യം? വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ السماوات والأرض ഹനീഫൻ മുസ്ലിമാ. പഠിച്ചവനെ, ഞാനിതാ നിന്റെ മുമ്പിൽ ഹനീഫും മുസ്ലിമാണെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. പക്ഷേ സലാം വീട്ടുന്നതിന് ശേഷം പിന്നെ ഒരു ഹനീഫും മുസ്ലിമും അല്ലാതെ പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. അതായത് അള്ളാഹുവിനു വേണ്ടി ജീവിക്കേണ്ടതിന് പകരം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ടതിന് പകരം, അഷ്റഫുൽ ഖൽഖിന്റെ തിരുചര്യകൾ ജീവിതമാക്കുന്നതിന് പകരം അള്ളാഹുവിന് ഇഷ്ടമാകാത്ത ജീവിതം നയിക്കുക വഴി അവൻ ശരിക്കുള്ള ഹനീഫിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ ഇങ്ങനെ പറയുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ സുബഹിക്ക് പ്രതിജ്ഞ ചെയ്യുന്നു, പക്ഷേ പിന്നീട് ജീവിതം മുഴുവനും ഹനീഫല്ലാതെ പോകുന്നു. അള്ളാഹു നമ്മളെ ഹനീഫാകട്ടെ. നോമ്പ് നമ്മളെ ഹനീഫാക്കാനാണ്. അതാ ഞാൻ പറഞ്ഞ വ്യവസ്ഥാപിതമാണ് ഇസ്ലാം. എല്ലാം ഹനീഫാക്കാനുള്ള പണിയാണ് ഓരോന്നും. നോമ്പെന്തിനാ? നോമ്പ് ജീവിതത്തെ സമ്പൂർണാർത്ഥത്തിൽ മുത്തഖിയാക്കാനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നല്ല മുത്തഖിയാവാൻ. അന്നപാനീയാദികൾ ഉപേക്ഷിക്കുക വഴി അല്ലാഹുവേ നിന്റെ നിർദ്ദേശങ്ങളെ ഞാനിതാ പാലിച്ചിരിക്കുന്നു എന്ന് സത്യവിശ്വാസി പ്രഭാതം മുതൽ പ്രദോഷം വരെ അത് നിശ്ചയിച്ചു നിർബന്ധമാക്കി മുന്നോട്ട് പോയി. നോമ്പ് തുറക്കുന്ന സമയത്ത് സന്തോഷത്തോടെ അവൻ ഓർക്കേണ്ടത്, പ്രഭാതം മുതൽ പ്രദോഷം വരെ എത്ര രഹസ്യങ്ങളുണ്ടായിരുന്നു എനിക്ക്. എന്റെ പ്രിയപ്പെട്ട പ്രിയതമയോട് കൂടെ എനിക്ക് വേണമെങ്കിൽ ശരീരം പങ്കുവെക്കാമായിരുന്നു. പക്ഷേ എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം, എന്റെ നാഥന്റെ ഇച്ഛ പ്രകാരം എന്റെ ഇച്ഛകളെ മുഴുവനും ഞാൻ മാറ്റിവച്ചിരിക്കുന്നു. ഞാനിതാ നിനക്ക് വേണ്ടി നോമ്പ് തുറക്കുന്നു. എല്ലാം അങ്ങനെ ആക്കി വെച്ചത്. അപ്പൊ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അങ്ങനെ മുത്തഖിയാവല. ആ രീതിയിൽ ജീവിതത്തെ പാകപ്പെടുത്തി കൊണ്ടുവന്ന് അവസാനം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഞാൻ എന്റെ പ്രസംഗത്തിന് പ്രത്യേക വിഷയം പറയാതെ തന്നെ ഞാൻ ഈ കാര്യത്തിൽ ഊന്നി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട്, നേരം വെളുത്ത് അന്തിയോളം നാം വെള്ളം കോരും, എന്നിട്ടോ
അത് രാത്രി ഉടക്കും. അതുപോലെയാണ് റമദാന്റെ 1 മുതൽ ഇതുവരെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് നോമ്പുകാലത്തിന്റെ ശ്രേഷ്ഠതകളെ മുഴുവൻ മാനിച്ചു ജീവിച്ചു. പക്ഷേ ഇവിടെ എത്തി എല്ലാം ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ പർച്ചേസിനിറങ്ങും അല്ലേ? നമ്മളെല്ലാം വിടാൻ. റസൂലുള്ളാഹി ചെയ്തതെന്താ? നബി കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും നബി തിരുമേനി അവിടുത്തെ അരയുടുപ്പ് മുറുക്കി കെട്ടുകയും ചെയ്തു എന്നാണ് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. എന്താ കാരണം? അവസാനം വരുന്തോറും കൂടണം, അവസാനം വരുന്തോറും അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂട്ടണം, അവസാനം വരുന്തോറും ഞാൻ എന്റെ റബ്ബിന്റെ തീരുമാനത്തെ നിർബന്ധമായും പാലിക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തണം. അങ്ങനെ മനസ്സങ്ങ് പൂർണ്ണമായും ശുദ്ധമാകണം അല്ലേ? ഇതിങ്ങനെ ഇരുട്ടുപിടിച്ച ഹൃദയത്തെ നിരന്തരം ശുദ്ധീകരിക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്തു? നോമ്പ് നോക്കി, ഖുർആൻ ഓതി, ഇത് രണ്ടും അതോടൊപ്പം തന്നെ നിരന്തരമായ ദിക്റിൽ ഇങ്ങനെ മുഴുകി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ. കാരണം അഷ്റഫുൽ ഖൽഖ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയം നിരന്തരം ജീർണമാകും. നിരന്തരം ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ. വെള്ളം ചെന്നാൽ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ ഹൃദയം നിരന്തരം തുരുമ്പെടുക്കുമെന്ന് മുഹമ്മദ് നബി. നിരന്തരം. അതിനെന്താ പരിഹാരം? വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. നബിയെ, അതിനെന്താ പരിഹാരമുള്ളത്? ഈ തുരുമ്പെടുക്കുന്ന ഹൃദയത്തെ രക്ഷപ്പെടുത്താൻ എന്താ മാർഗം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് കത്രത്തു ദിക്രിൽ മൗത്ത്, മരണം നിരന്തരം ഓർക്കണം. ഒരു ദിവസമെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കണം. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇവിടെ ബഹുമാനനായ സലാഹുദ്ദീൻ ഫൈസി സൂചിപ്പിച്ച പോലെ മഹാരോഗങ്ങൾ പിടിപെട്ടാൽ ആ പിടിപെട്ടവന്റെ കൂടെ രോഗങ്ങൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് രോഗിയുടെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ കാണേണ്ടി വരുന്നത് എത്ര നിസ്സാരമാണ് ഈ ജീവിതം. എത്ര നിസ്സാര. എത്ര സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? സമ്പത്തുണ്ടായിട്ടൊരു കാര്യവുമില്ലാതെ പോകുന്നു. തൃശ്ശൂരിലെ ഒരു വൻ വ്യവസായിയും പണക്കാരനുമായ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തോർക്കുന്നു, എന്റെ മകന്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകാൻ വിദേശത്തെ ഡോക്ടറെ ബുക്ക് ചെയ്തു. അവിടെ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയായി. ഇവിടെ നിന്ന് എന്റെ പൊന്നുമോനെ കൊണ്ടുപോകാനുള്ള ദിവസം നിശ്ചയിച്ചു. അന്നത്തെ തലേ ദിവസം എന്റെ മകൻ മരിച്ചു. എല്ലാം റെഡിയാണ്. സർജറിക്ക് ആവശ്യമായ വിധം എല്ലാം റെഡിയാണ്. തലേ ദിവസം സമ്പത്ത് കൊണ്ട് ഒന്നും ചെയ്യാനാവില്ലെന്ന് അന്ന് ഞാൻ പഠിച്ചു എന്ന് ഈ പ്രഗത്ഭനായ പിന്നെ ധനികനായ എന്റെ സുഹൃത്ത് സൂചിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നും ഒരു തരത്തിലും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസം വരാനുണ്ട്. ദിക്റുൽ മൗത്ത്, മരണത്തെ അങ്ങനെ ഓർക്കണം. മറ്റെന്താ? വതിലാവത്തിൽ ഖുർആനി, ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ അതിങ്ങനെ പാരായണം ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നു, അല്ലാഹു നസ്സല ഹസനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل فما له من هاد. അല്ലാഹു ഏറ്റവും നല്ലതാണ് ഈ ഗ്രന്ഥം വഴി അല്ലാഹു തന്നത്. അഹ്സനുൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം. ഇതിനേക്കാൾ നല്ലൊരു വർത്തമാനം ഈ ഭൂമിയിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ ആരും പറഞ്ഞിട്ടില്ല. അഹ്സനുൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹു അവതരിപ്പിച്ചു. പോരാ, അതിന് ചില പ്രത്യേകതകളുണ്ട്. എന്താ അത്? കിതാബൻ മുതശാബിഹൻ, വ്യത്യസ്തമായ കാര്യങ്ങളെ സദൃശമാകുന്ന വിധം പറഞ്ഞു വെക്കുന്ന ഒരു ഗ്രന്ഥം. മസാനിയ, അതിങ്ങനെ നിരന്തരം മനുഷ്യനെ ബോധ്യപ്പെടുത്തി ആവർത്തിച്ചു പറയുന്ന ഗ്രന്ഥം. പോരാ, പടച്ച റബ്ബിനെ പേടിക്കുന്ന ആളുകളുടെ ഓരോ രോമകൂപങ്ങളിലും ആ പരിശുദ്ധ ഖുർആനിന്റെ സന്തോഷം കൊണ്ടുണ്ടാകുന്ന, ആഹ്ലാദം കൊണ്ടുണ്ടാകുന്ന രോമാഞ്ചം സൃഷ്ടിക്കുന്ന ഗ്രന്ഥം. ഖുർആൻ ഓതി രോമാഞ്ചം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും.
പടച്ചവനെ പേടിച്ചവന് അവന്റെ തൊലിച്ചുരുളുകളിൽ ആനന്ദമുണ്ടാകുന്ന ഗ്രന്ഥം, ഹർഷപുളകിതമാകുന്ന ഗ്രന്ഥം, രോമാഞ്ചം സൃഷ്ടിക്കുന്ന ഗ്രന്ഥം. പിന്നെയോ തുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ആ പരിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോ ഹൃദയം നിർമ്മലമാകുകയും തൊലിച്ചുരുളുകളിൽ പോലും ആർദ്രതയുണ്ടാവുകയും ചെയ്യുന്ന വിധം അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്ക് അടുത്തുവരുന്ന ഗ്രന്ഥം. തലീനു ജുലൂദുഹും, അവന്റെ തൊലിച്ചുരുളുകൾ പോലും ആർദ്രമാകും. വഖുലൂബുഹും, അവന്റെ ഹൃദയം, അവരുടെ ഹൃദയങ്ങൾ ആർദ്രമാകും. ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഓർമ്മകളിലേക്ക്. നീ ഖുർആൻ ഓതിയിട്ട് കരയുന്നില്ലെങ്കിൽ നീ ഒന്ന് സ്വന്തം കരഞ്ഞു നോക്കൂ എന്ന് പുണ്യനബി. കരയണം. കരഞ്ഞാൽ കിട്ടുന്ന ഭാഗ്യം എന്തെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് തന്നെ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 തുള്ളി കണ്ണുനീര് അല്ലാഹുവിനെ പേടിച്ചിട്ട് ഒരാളുടെ കണ്ണുനീരിൽ നിന്ന് വീണാൽ അയാൾ നരകത്തിൽ കടക്കില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഉദാഹരണം ഇങ്ങനെയാണ്. അകിടിൽ നിന്ന് പാല് കറന്നിട്ട് ഓരോ സുഷിരങ്ങളിലൂടെ ആ പാല് തിരിച്ചു കടക്കുന്നത് എങ്ങനെ പ്രയാസകരമാകുമോ, അതുപോലെ ഉടമസ്ഥനായ തമ്പുരാനെ ഭയന്നതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ഭയന്നിട്ട് കരഞ്ഞാൽ, അള്ളാഹുവിനെ പേടിച്ചിട്ട് കരഞ്ഞാൽ, ആ കണ്ണുനീർ തുള്ളി ഉള്ളിടത്തോളം കാലം അയാൾ നരകത്തിൽ കടക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂൽ. അള്ളാഹുവിന്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ആർദ്രമാകുന്ന ഹൃദയം. ഹൃദയം മാത്രമല്ല, ശരീരം മുഴുവനും ആർദ്രമാകുന്ന വിധം അതിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ദാലിക ഹുദല്ലാഹ്, അത് അല്ലാഹ് തരുന്ന ഹുദയാണ്. അല്ലാഹ് തരുന്ന ഹുദയാണ്. ഹുദല്ലാഹ്, ദാലിക ഹുദല്ലാഹ് യഹ്ദീ ബിഹി മൻ യശാഉ, അല്ലാഹ് ഉദ്ദേശിച്ചവർക്കാണ് അത് കൊടുക്കുക. ആ ഗ്രന്ഥം പാരായണം ചെയ്തിട്ടും ആ ഗ്രന്ഥം അടുത്തിരുന്നിട്ടും ആ ഗ്രന്ഥത്താൽ സ്വാധീനിക്കപ്പെടാതെ പോകുന്നവൻ, വമയുലിൽ, അങ്ങനെ പഴച്ചു പോകുന്നവൻ, ഫമാലഹു മിൻ ഹാദ്, ആരാ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ വരിക? ആരാ പിന്നെ അവന് ഹിദായത്ത് കൊടുക്കാൻ വരിക? ഫമാലഹു മിൻ ഹാദ്, അവന് പിന്നെ ആരുമില്ല. അല്ലാഹു കാക്കട്ടെ. കയ്യിൽ എന്തുണ്ട്? ഖുർആൻ. തിലാവത്തുൽ ഖുർആൻ ഭാഗ്യം കിട്ടി അല്ലേ? അതെ, ഹൃദയം ഇങ്ങനെ ശുദ്ധമാക്കണം. നിരന്തരം ഖുർആൻ പാരായണം ചെയ്ത് ഓരോ പാപവും നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടുവരുമ്പോ അല്ലാഹു തന്നെ പറയുന്നു, രോഗം ഇങ്ങനെ കൂടിക്കൂടി വരും. ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിലെ ആ രോഗം ശരീരത്തിലെ രോഗത്തേക്കാൾ പ്രധാനമാണ്. ആത്മാവിന്റെ രോഗം, പാരത്രിക ലോകത്തിലെ പരാജയം. ശരീരത്തിന്റെ രോഗം ഒരുപക്ഷെ നല്ല മനുഷ്യനാണെങ്കിൽ ഇവിടെ അങ്ങ് ആയുസ് തീർന്നാലും ആത്മാവിന്റെ ജീവിതത്തിൽ, അതായത് പാരത്രിക ജീവിതത്തിൽ അവന് വിജയമുണ്ട്. പക്ഷേ മനസ്സിന്റെ രോഗം അതിനേക്കാൾ മാരകവും അപകടകരവുമാണ്. ഫസാദഹുമുല്ലാഹു മറല്ലാ, അല്ലാഹ് രോഗം അങ്ങ് കൂട്ടും. അല്ലാഹ് രോഗം കൂട്ടും. കുറക്കാൻ നമ്മൾ പണിയെടുക്കണമെങ്കിൽ അല്ലാഹ് രോഗം കൂട്ടും. അവസാനം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ഹൃദയത്തിൽ അങ്ങ് പടച്ചോൻ സീലങ്ങ് വെച്ച് കളയും. പിന്നെ ഫമാലഹു മിൻ ഹാദ്, ഒരാൾക്കും അവനെ രക്ഷപ്പെടുത്താൻ കഴിയൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സീല് വെച്ച് പോകും. അതിന് ഇടം കൊടുക്കാതെ എങ്ങനെ പിടിച്ചു നിർത്താം? അതിനിടം കൊടുക്കാതിരുന്നാൽ, അതിനിടം കൊടുക്കാതെ ഇങ്ങനെ നിരന്തരം പിടിച്ചു നിർത്തണം. ഇല്ലെങ്കിൽ നിരന്തരം ഈ മനസ്സിങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് തെറ്റിലേക്കായിരിക്കും. തെറ്റിലേക്ക് ഇങ്ങനെ കൽപ്പിക്കും. 2 തലങ്ങളിലുണ്ടാകുന്ന പ്രചോദനമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂൽ. ഒന്ന് ലമ്മത്തും മിനൽ മലായിക, ലമ്മത്തും മിനശ് ശൈത്താൻ. ഒന്ന് ശൈത്താന്റെ കുത്ത്, മറ്റൊന്ന് മലക്കിന്റെ കുത്ത്. മലക്കിന്റെ പ്രേരണ ഉണ്ടാവും, ശൈത്താന്റെ പ്രേരണ. മലക്കിന്റെ പ്രേരണ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ഖുർആനും ഈ ജീവിതവും അങ്ങനെ ആ പരിസരത്ത് നിൽക്കണം. വെറുതെ നിർത്തണതല്ല അള്ളാഹു. അതല്ല, നമ്മളിങ്ങനെ അള്ളാഹു ചെയ്യണ പണിയൊക്കെ സുബഹി മുതൽ ഇശാ വരെയുള്ള സമയം ജമാഅത്തായി നമസ്കരിപ്പിച്ച് പടച്ചതമ്പുരാൻ ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് പോകാവുന്ന ശൈത്താന്റെ കുത്തിനെ അള്ളാഹ് തടഞ്ഞു നിർത്തുന്നു. വെള്ളിയാഴ്ചയാകുമ്പോ ഖുതുബ നടത്തി, ഖതീബ് മിമ്പറിൽ നിറങ്ങി ജുമാ നമസ്കരിച്ച് എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തി പടച്ചതമ്പുരാൻ ഈ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു.
അത് കഴിഞ്ഞൊരു വർഷമാകുമ്പോഴേക്കും ആഴ്ചകളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ സുന്നത്തുകൾ എടുക്കുമെങ്കിൽ അത് കഴിഞ്ഞൊരു വർഷമാകുമ്പോൾ റമദാനിൽ പരിപൂർണമാകുന്ന വിധത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ശുദ്ധീകൃതനായ മനുഷ്യനെ, അതിലെ പ്രഗത്ഭരായ സമ്പന്നരും കൂടിയായ ആളുകളെ എല്ലാവരെയും കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ കഅബത്തുൽ ശരീഫയിൽ ഒരുമിച്ച് കൂട്ടുന്നു. മുഅ്മിനീങ്ങളെ അവിടെ പ്രകാശം ചുരുക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ സ്രോതസ്സാകുന്ന പരിശുദ്ധ കഅബത്തുൽ ശരീഫയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു, ഹജ്ജ് ചെയ്യുന്നു. ഇങ്ങനെ നിരന്തരം പോകുമെങ്കിൽ ഈ സംവിധാനം തന്നെ മതി ശരിയായ മുസ്ലിമാകാൻ. ഈ സംവിധാനം മതി. ഇടക്ക് പോകുമ്പോഴാ പ്രശ്നം. നമ്മൾ വിചാരിച്ചിട്ടുള്ള റമദാൻ അങ്ങനെ ശരിയായാൽ മതി. ചിലർ വിചാരിച്ചു ഹജ്ജ് കഴിഞ്ഞാൽ നേരെയായാൽ മതി. അങ്ങനെ കുറെ ആൾക്കാർ കുറെ വിധി ഉണ്ടാക്കിയതാ പ്രശ്നം. റമദാൻ കഴിഞ്ഞാൽ എല്ലാ തെറ്റും ചെയ്യാം ചിലർ, അല്ലെ? അല്ലെങ്കിൽ റമദാൻ അവസാനമാകുമ്പോ നമ്മൾ ഉറങ്ങിപ്പോയോ? കുരലൊക്കെ ഉറങ്ങാണല്ലോ. റമദാൻ അവസാനാകുമ്പോഴേക്കും കുറെ തെറ്റ് ചെയ്ത് തുടങ്ങാം. റമദാൻ തീരുന്നതോടുകൂടെ പിന്നെ എല്ലാം തുടങ്ങാം. അങ്ങനെയല്ലോ. റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ തുടങ്ങാന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ആ ചിന്തയിൽ പിന്നെ റമദാൻ വല്ലതും ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച്. അതായത് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ റമദാൻ വല്ലതും കിട്ടുമോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരാൾ പതിറ്റാണ്ടുകൾ തൗബ ചെയ്തു അത്രേ. ഇമാം ഗസാലി തങ്ങൾ ആ കഥ പറയുന്നു. പതിറ്റാണ്ടുകൾ തൗബ ചെയ്തു, പക്ഷെ ആ തൗബ അല്ലാഹ് സ്വീകരിക്കില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പഠിച്ചോനെ, അയാൾ എത്ര കാലായി തൗബ ചെയ്തു, നീ തൗബ ചെയ്ത സ്വീകരിക്കുന്നു വലിയ കാര്യമായി പറഞ്ഞ ആളാണല്ലോ. തൗബ ചെയ്താൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു അറബിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു ഒട്ടകം രണ്ടാമത് തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം എന്നാണ് പുണ്യനബി അതിനെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഒരു അറബി അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദാഹരിക്കുന്നു. മരുക്കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ഒരു അറബിയുടെ വാഹനമാണ് ഒട്ടകം. നിരന്തരമായി അയാൾ അങ്ങനെ ദൂരം താണ്ടിക്കഴിഞ്ഞപ്പോ ഒരു മരുപ്പച്ചയിൽ അയാളുടെ ഒട്ടകത്തെ കെട്ടിയിട്ടതിനു ശേഷം ഒന്ന് തളർന്നു കിടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ ഒട്ടകത്തെ കാണാൻ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോ അയാൾ ഇങ്ങനെ ആ മരുക്കാട്ടിൽ പലയിടങ്ങളിൽ അന്വേഷിച്ച അവസാനം ഇനി ഒരു രക്ഷയുമില്ല, തന്റെ ജീവിതം പോലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് തോന്നിയപ്പോ തളർന്നു കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ താൻ ഹതാശനായി തിരഞ്ഞു പിടിച്ച് ഒട്ടകത്തെ കാണാനില്ലാതെ വന്ന് കിടന്നോടത്ത് തന്നെ ഈ ഒട്ടകം വന്ന് നിൽക്കുന്നത് കാണുമ്പോ ആ ഒട്ടകത്തിന്റെ മൂക്കുകയറ് പിടിച്ചിട്ട് അയാൾ അള്ളാഹുവിനോട് നന്ദി പറയുന്ന രംഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക. എന്താ പറഞ്ഞേ? അല്ലാഹുമ്മ അൻത അബ്ദീ, പടച്ചോനെ നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക, ഞാൻ നിന്റെ പടച്ചോനാണ്. എന്താ പറഞ്ഞേ? അല്ലാഹുമ്മ അൻത അബ്ദീ, പടച്ചോനെ നീ എന്റെ അടിമയാണ്, വ അന റബ്ബുക, ഞാൻ നിന്റെ പടച്ചോനാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലേ. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് അയാളുടെ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അയാളങ്ങ് പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക എന്ന് പറയുന്നതിന് പകരം വാക്ക് തിരിഞ്ഞുപോയി. എന്നിട്ട് പുണ്യനബി പറഞ്ഞു തരുന്നു, അല്ല സ്വഹാബാക്കളെ, ഈ മനുഷ്യനുണ്ടായ സന്തോഷത്തിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ ഉടമസ്ഥന്റെ മുമ്പിലേക്ക് കൈയുയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യനോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന സന്തോഷവും ഇതുതന്നെയാകുമെന്ന് മുഹമ്മദ് നബി. അപ്പൊ അത് പറ്റും. പക്ഷേ എന്നിട്ടും എന്തേ നീ തൗബ സ്വീകരിക്കാതെ പോയി എന്ന ചോദ്യത്തിന് സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, അയാൾ തെറ്റു ചെയ്തു, തൗബ ചെയ്തു എന്നത് ശരിയാണ്, പക്ഷേ അയാളുടെ തെറ്റിന്റെ സ്വാധീനം നിന്ന് അയാൾ മാറാതെയാണ് തൗബ. റമദാൻ കഴിഞ്ഞോട്ടെ നമുക്ക് ആ പഴയ പണിയൊക്കെ തുടങ്ങാന്ന് തീരുമാനിക്കുമ്പോ ഈ റമദാനിലെ പുണ്യം കിട്ടാതെ പോകുന്നത് അതുകൊണ്ടാണ്. റമദാൻ കൊണ്ട് നന്നാവാതെ പോകാൻ കാരണവും അതാണ്. തെറ്റിന്റെ ഉള്ള് അതെടുത്ത് തീർത്തുമില്ലായ്മ ചെയ്യുമ്പോഴേ തൗബ സ്വീകരിക്കൂ. തെറ്റിന്റെ രസം അവിടെ നിൽക്കുന്നുണ്ട്, അതിപ്പോഴും ഒരു രസമായി തന്നെ ഉള്ളിലുണ്ട്. എന്നിട്ട് പടച്ചോനെ നീ അങ്ങ് തൗബ ചെയ്ത് അങ്ങ് സ്വീകരിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കൂല. മറിച്ച് ആ തെറ്റിന്റെ കട തന്നെ പറിച്ചു കളഞ്ഞിട്ട് വേണം തൗബ ചെയ്യാൻ. തൗബ ചെയ്യുമ്പോഴേ
അല്ലാഹുവേ, ഉസ്താദ്മാർ പറഞ്ഞു അല്ലാഹുവേ പഠിച്ചോനെ തൗബ തരണേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. ഈ ഹൃദയത്തിൽ എവിടെയെങ്കിലും ആ തെറ്റിന്റെ കറയുണ്ടെങ്കിൽ ആ കട വേരോടെ പിഴുതുകളയണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനമായത് ആ തഖ്വയുള്ള മനുഷ്യന്റെ മനസ്സ് രൂപീകരിക്കുന്നതിൽ അങ്ങനെ നോമ്പിനെ കണ്ടിരുന്നുവെങ്കിൽ നോമ്പ് പൂർണ്ണമായും അല്ലാഹുവിന്റെ തൃപ്തിയിലാകും. അപ്പൊ എന്തുണ്ടാകും? അവനൊരു കുറ്റപ്പെടുത്തുന്ന മനസ്സ് രൂപീകരിക്കപ്പെടും. കുറ്റപ്പെടുത്തുന്ന മനസ്സ്, അല്ലാഹു കുറ്റപ്പെടുത്തുന്ന മനസ്സെറ്റ്. കുറ്റപ്പെടുത്തുന്ന മനസ്സ് എന്താ കുറ്റപ്പെടുത്ത? നിരന്തരം അവനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, നീ എന്തു ചെയ്തു, നീ നിന്റെ റബ്ബിലേക്ക് എത്ര അടുത്തു, നീ നാളേക്ക് വേണ്ടി എന്തൊക്കെ കരുതി വച്ചു. കൈകൊണ്ട് അവൻ എന്തൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ട്, അവൻ എന്തൊക്കെ നാളേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു വച്ചു. ഓരോ നഫ്സും ആലോചിക്കണം. അതിനാവശ്യപ്പെടുന്ന ഒരു മനസ്സുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ സത്യം ചെയ്ത മനസ്സ്. ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഏത് സത്യം? ലവ്വാമ മനസ്സ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അമ്മാറ മനസ്സാണ് നമുക്കൊക്കെ ഉള്ളത്. നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നല്ല, നമ്മളിൽ പലർക്കും അമ്മാറ. എന്ത് അമ്മാറത്തും ബിസ്സൂ, തെറ്റുകൾ കൽപ്പിക്കുന്നു. സയ്യിദനാ യൂസുഫ് അലൈഹിസ്സലാം ഇന്ന നഫ്സി അമ്മാറത്തുൻ ബിസ്സൂ, അല്ലാഹുവേ എന്റെ മനസ്സ് നിരന്തരം എന്നോട് തെറ്റു കൽപ്പിച്ചു. ആരാ പറയണത്? സയ്യിദനാ യൂസുഫ്. ആരാ യൂസുഫ്? അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന സയ്യിദനാ യൂസുഫ്. അതെ, വലഖദ് ഹമ്മ ബിഹാ വഹമ്മത്തു ബിഹി. പരിസരങ്ങൾ ശരിയല്ലെങ്കിൽ ഒരു വഴുതൽ ആർക്കും വഴുതാമെന്നതിനാണ് അല്ലാഹു ഇത്രയും നല്ല ഉദാഹരണം തരുന്നത്. യൂസുഫിനെ പോലെ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും ജയിച്ചു തീർത്ത മറ്റൊരു മനുഷ്യനെ നാം ഈ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. ഏറ്റവും മനോഹരമായി ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമഗ്രമായ പരീക്ഷണങ്ങളെയും ജയിച്ച ചരിത്രത്തിലെ തുല്യതയില്ലാത്തൊരു മഹാനുഭാവനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ യൂസുഫിലൂടെ പഠിപ്പിക്കുന്നത്. സലീഖ എന്ന സുന്ദരിയായ പെണ്ണ്, അത് പോരാ, അധികാരങ്ങളുടെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന പെണ്ണ്, സകലമാന പ്രതാപങ്ങളും നിലനിൽക്കുന്ന പെണ്ണ്, ആരും കാണാത്തൊരിടത്തേക്ക് കൊട്ടാരത്തിന്റെ ഉള്ളറയിലേക്ക് വിളിച്ചിട്ട് എന്റെ ഇംഗിതം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റുന്ന വിധം നിൽക്കുമ്പോ സയ്യിദനാ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പേടിക്കുന്നു. ഒരു തെറ്റ് ലഖദ് ഹമ്മ ബിഹാ, അല്ലാഹു പറയുന്നു, ഒന്ന് ചിന്തിച്ചുപോയി. ഏത് മനുഷ്യനും പറ്റിപ്പോകുന്നോടത്ത്. പക്ഷേ അവിടെയുണ്ട് മറ്റൊരു പിടുത്തമുണ്ട്. അതാണ് ആ പിടുത്തം. വലൗലാ അൻ റആഹു ബുർഹാന റബ്ബിഹി, രക്ഷിതാവിന്റെ ഒരു തെളിവ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ. അല്ലാഹു അങ്ങനെ പറഞ്ഞു, ലൗലാ അൻ റആ ബുർഹാന റബ്ബി. അവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു, സയ്യിദുനാ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നെഞ്ചത്തൊരു അടിയം കൊടുത്തു, യൂസുഫ് എന്ന് വിളിച്ചു. അപ്പോഴാണ് തന്റെ മനസ്സ് ഒന്ന് പതറിയോ എന്ന് സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന് തോന്നുന്നത്. സലീഖയുടെ സൗന്ദര്യത്തിലേക്കെങ്ങാനും ആമഗ്നമായി പോയോ എന്ന് തോന്നുന്നത്. മുഫസ്സിരീങ്ങൾ പറയുന്നു, അവിടുന്ന് ഓടിയതാണ് സയ്യിദുനാ യൂസുഫ്. അങ്ങനെ പ്രലോഭനങ്ങൾ, നിരന്തരമായ പ്രലോഭനങ്ങൾ. എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നെ? എന്തിനാ ഖുർആൻ ഇതിന്റെയൊക്കെ പണി? ഈ പ്രലോഭനങ്ങൾ നമുക്ക് തോന്നാറുണ്ടല്ലോ, ഉസ്താദ് എന്താ ചെയ്യാ, റോട്ടിലിറങ്ങിയ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊന്നുമല്ല. ഒന്നും നിങ്ങൾ ആലോചിക്കൂ, ഈ പ്രലോഭനത്തെ ജയിക്കാൻ സാധിച്ചത് യൂസുഫ് നബിക്കാണ് അലൈഹിസ്സലാം. ഏത് പ്രലോഭനം? അധികാരം ഒരു ഭാഗത്ത്, സൗന്ദര്യങ്ങളുടെ തികവ് ഒരു ഭാഗത്ത്, രഹസ്യമായി നിൽക്കുന്നതിന്റെ വലിപ്പം ഒരു ഭാഗത്ത്, എല്ലാം ഉണ്ട്. ആരുമൊന്നും ചോദിക്കാത്ത വിധം ഭദ്രമായി നിൽക്കുന്നിടത്തു നിന്ന് തന്നെയാണ് യൂസുഫ് ഓടിപ്പോകുന്നത്. അല്ലേ? എല്ലാം ഉണ്ട് അവിടെ. അധികാരമുണ്ട്. അധികാരം കൊണ്ടുണ്ടാക്കാവുന്ന ആപത്തുകളുണ്ട് അവിടെ. അല്ലേ? അതായത് കാരാഗ്രഹം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് സലീഖ. എന്നിട്ട് അവസാനം യൂസുഫ് ഇങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ വിളിക്കുന്ന തിന്മകളിലേക്ക് നിങ്ങൾ എന്നെ വിളിക്കുന്നുവെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ജയിലു തന്നെയാണ്. അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനി ഇലൈഹി, ഏതൊന്നിലേക്കാണോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് അതിനേക്കാളും നല്ലത് ജയിലാണ്. ആര് പറയുന്നു? യൂസുഫ്.
നമ്മുടെ ചുറ്റുവട്ടം ആലോചിക്കണം. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഉള്ളടക്കവും ഏറ്റവും മനോഹരമായി പറഞ്ഞു തന്ന ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. അതായത് ജീവിതത്തിലുള്ള പരീക്ഷണം പറഞ്ഞു. ഒരു കുട്ടി ബാപ്പയുടെ അടുക്കൽ സ്നേഹത്തോടുകൂടെ ജീവിച്ചോടത്ത് നിന്ന് സഹോദരന്മാരുടെ അസൂയ കൊണ്ട് കിണറ്റിലെറിയപ്പെടുന്നു. കിണറ്റിൽ നിന്ന് ആ സുന്ദരനായ ചെറുപ്പക്കാരൻ സുന്ദരികളുടെ കൂടെ രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നു. എന്നിട്ടും ധർമ്മനിഷ്ഠയിൽ ജീവിച്ചതിന്റെ പേരിൽ ഒടുക്കം കാരാഗ്രഹവാസം കഴിഞ്ഞ് ഈജിപ്തിന്റെ അധികാരം തന്റെ കയ്യിലാകുന്നു. അധികാരം തന്റെ കയ്യിലാകുമ്പോൾ തന്നെ ഉപദ്രവിച്ച ജ്യേഷ്ഠപുത്രന്മാർ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ നിൽക്കുന്ന ജ്യേഷ്ഠപുത്രന്മാർക്ക് മുമ്പിൽ തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ആ വാപ്പയുടെയും ജീവിതത്തെയും ഓർത്ത് തിരിച്ചു ഭക്ഷണം തിരിച്ചു കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞ അവസാനം തന്റെ അനുജനെ തന്റെ കരവലയത്തിലേക്ക് ഒതുക്കി പിടിച്ചു, മോനെ ഞാൻ നിന്റെ ജ്യേഷ്ഠനാണെന്ന് പറയുന്നു. ഒടുക്കമെല്ലാം കഴിയുമ്പോ വാപ്പയുടെ അടുക്കൽ പോയി തിരിച്ചു വരുന്ന ജ്യേഷ്ഠ സഹോദരന്മാർ വന്ന് സംശയത്തോടെ നോക്കുമ്പോ, നിങ്ങൾ തന്നെയാണോ യൂസുഫ്? അന്ത യൂസുഫു എന്ന് ചോദിക്കുമ്പോ, അതെ ഞാനാണ് യൂസുഫ് എന്ന് പറയുന്നു. എല്ലാ പ്രതികാരങ്ങളും എടുക്കാവുന്ന സമയത്ത് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് ഞാനൊരു പ്രതികാരവും എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ക്ഷമയുടെ ഏറ്റവും ഉദാത്തമായ പടിയിൽ നിൽക്കുന്നു യൂസുഫ്. അവസാനം ഈജിപ്തിൽ നിന്ന് തന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. മകനാകുന്ന യൂസുഫ് അങ്ങോട്ടൊരു കോട്ട് കൊടുത്തുവിടുന്നു. ആ കോട്ട് കിട്ടുമ്പോഴേക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ മണമുള്ള കോട്ട് യാക്കൂബിന്റെ കണ്ണിലെത്തുമ്പോ ആ കണ്ണിന് നനവ് പടരുകയും അന്ധത മാറുകയും ചെയ്യുന്നു. ആ കോട്ടിന് സനതുണ്ട് കേട്ടോ. ഞാൻ വേറെ വിവാഹത്തിലേക്കൊന്നും പോകല്ല, പക്ഷേ സംഗതി അതിന് സനതുണ്ട്. ആ കോട്ട് ഇബ്രാഹിം നബിക്ക് കൊടുത്ത കോട്ടാണ് അലൈഹിസ്സലാം. എവിടെ? ജിബ്രീൽ. ഒരു കോട്ടും ഒരു പട്ടും, അതായത് ഒരു പരവതാനിയുമാണ് സയ്യിദന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. അങ്ങനെ ഇബ്രാഹിം നബി ആ കോട്ടക്കെട്ട്, ആ പരവതാനി ആ നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിന്റെ ഉള്ളിൽ സയ്യിദന ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊടുത്തു. കത്താത്ത പരവതാനി. ഇന്ന് കത്താത്ത പിന്നെ മെറ്റീരിയൽ കൊണ്ടൊക്കെ നമ്മുടെ ഹജ്ജ് ടെന്റുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ കത്താത്ത പരവതാനി, കത്താത്ത കോട്ട് ഇട്ട് സയ്യിദനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അഗ്നികുണ്ഡത്തിലേക്ക്. എന്നിട്ട് ആ പരവതാനിയിൽ ഇന്ന് ജിബ്രീലും ഇബ്രാഹിമും അലൈഹിമുസ്സലാം രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറയാം. നമ്രൂദ് നോക്കുമ്പോ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറയാം. അങ്ങനെ വന്ന കോട്ട് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തുന്നു. ഇസ്ഹാഖിലൂടെ യാക്കൂബിലേക്ക്. യാക്കൂബ് യൂസുഫിന് കൊടുത്ത കോട്ടിനെ തിരിച്ചു കൊടുക്കണം. അത് കൊണ്ടുപോയി കൊടുക്കുന്നത് യഹൂദ എന്ന സഹോദരനാണ്. കൊടുക്കുമ്പോ ഈ യഹൂദ പറയണ്ട്, ആദ്യം ഞാനൊരു ഒരു കോട്ട് കൊടുത്തു, അത് വ്യാജായിരുന്നു, അപ്പൊ വാപ്പാടെ കണ്ടുപോയി. ഇപ്പോ തനി ഹക്കായത് കൊടുക്കുന്നു, അതുകൊണ്ട് വാപ്പാക്ക് കണ്ണിന് വ്യാജം കൊടുത്താൽ അങ്ങനെ പോകും. അതേതായിരുന്നു വ്യാജം? അത് ശരീരം മുഴുവനും ആടിന്റെ ചോര അർത്തിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ദാ യൂസുഫിന്റെ കോട്ടാണ്, യൂസുഫിന്റെ കോട്ടാണ്. വാപ്പാക്ക് വിശ്വാസമായില്ല, കാരണം ഇത് നുണയെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. ആർക്ക്? യാക്കൂബ് നബി അലൈഹിസ്സലാം ഉറക്കെ പറഞ്ഞു അലൈഹിസ്സലാം. അതെ, പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകനാവുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ഖമീസ് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ് ഖമീസ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ, എന്റെ ഈ ഖമീസ് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അൽഖൂ അലാ വജീ അബീ, വാപ്പയുടെ മുഖത്തിടണം. അങ്ങനെ ഇട്ടാൽ യഅതി ബസീറാ, കണ്ണിന് കാഴ്ച ഉണ്ടാകും. ആ മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ട എന്തിനും അങ്ങനെ. അതിന് മഹാന്മാരുമായി ബന്ധപ്പെട്ടതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന വ്യാജം എപ്പോഴും കുഴപ്പമുണ്ടാക്കും, സത്യം എപ്പോഴും നന്മയുണ്ടാക്കും. നോക്കൂ, സത്യസന്ധമായി ബഖിയ്യത്തുൽ ഔലിയാവും ബഖിയ്യത്തുൽ അംബിയാവും തീർച്ചയായും നാട്ടിനും സമൂഹത്തിനും സമാധാനമുണ്ടാക്കുന്നത് തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നു, താലൂത്ത് എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹത്തിന്റെ രാജാധിപത്യത്തിന്റെ തെളിവായി ആ നാട്ടിലെ ആളുകൾ ചോദിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാലഘട്ടത്തിലെ പ്രവാചകനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്, നിശ്ചയം താലൂത്തിന്റെ ആധിപത്യത്തിന്റെ തെളിവ് ഇന്ന ആയത്ത മുൽക്കിഹി അയ്യതിയകുമുത് താബൂത്ത്, ഒരു പെട്ടി അങ്ങ് വരും. ഒരു പെട്ടി
എന്താ പെട്ടിയുടെ പ്രത്യേകത? ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, നിന്റെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുള്ള, നിങ്ങളുടെ നാഥന്റെ ഭാഗത്തു നിന്നുള്ള സകീനത്താണത്. വബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ, ഹാറൂൻ നബിയുടെയും മൂസ നബിയുടെയും കുടുംബത്തിന്റെ ബഖിയത്താണ്, അവിടുത്തെ തിരുശേഷിപ്പുകളാണ്. ആ തിരുശേഷിപ്പുകളുള്ളത് സയ്യിദുനാ മൂസ നബിയുടെയും സയ്യിദുനാ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും അലൈഹിസ്സലാം ഈ മഹത്തുക്കളുടെ തിരുശേഷിപ്പുള്ളത് താലൂത്ത് എന്ന മഹാനുഭാവന്റെ കയ്യിലിരിക്കുമ്പോ ആ യുദ്ധം ജയിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു. ആ പെട്ടിക്കുണ്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ ആദം നബി മുതൽ ഇബ്രാഹിം നബിയിലൂടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ആ പെട്ടി വന്ന് താലൂത്തിലേക്ക് എത്തുന്നതിന്റെ സനദ് കൃത്യമായി വിശദീകരിച്ചു. എന്നിട്ട് പറയുന്നു അത് അങ്ങനെ കിട്ടപ്പെട്ടതാണ്. അതിൽ ഫീഹി സുവറുൽ അംബിയായി എന്ന് മഹാനായ ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്. അതായത് അംബിയാക്കളുടെ രൂപങ്ങൾ ആ പെട്ടിയിലുണ്ടായിരുന്നു. ആ പെട്ടി ആ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് യസ്തഖിഊന ബിഹി, ആ പെട്ടി കൊണ്ട് അവർ വിജയം തേടുമായിരുന്നു. അതായത് തവസ്സുലായി ദ്വാർക്കുമായിരുന്നു. അപ്പോ അതിന് വിജയം ഉണ്ടാകുമായിരുന്നു എന്നാണ്. ആ പെട്ടി പിന്നീട് നഷ്ടപ്പെട്ടപ്പോഴാണ് പരാജയങ്ങൾ ഉണ്ടായത് എന്നാണ്. അങ്ങനെ ആ പെട്ടി മഹാന്മാരുടെ അവശേഷിപ്പുകളുടെ റെലിക്സുകളുടെ ബാക്കികൾ എന്ന നിലയിൽ നിലനിന്നിരുന്നു. റെലിക്സുകൾ എന്നത് നിലനിൽക്കേണ്ടതുമാണ്. റെലിക്സുകൾ നിലനിൽക്കേണ്ടത്, അതിന് വേറെ ന്യായമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതിലേക്ക് വരണ്ട് ഇൻഷാ അല്ലാഹ്. റെലിക്സുകൾ നിലനിൽക്കേണ്ടതാണ്. റെലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതായത് കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രാവശിഷ്ടങ്ങൾ നിലനിൽക്കേണ്ടതാണ്. ഇത് അല്ലാഹു സൂക്ഷിച്ചതാണ്. ബഖിയത്തുൽ അംബിയാ എന്ന നിലയിൽ പ്രവാചകന്മാരുടെ തിരുശേഷിപ്പുകളെ അല്ലാഹു സൂക്ഷിച്ചതാണ്. ആ രീതിയിൽ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടായപ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാം പിടിച്ചു നിന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഒറ്റ തട്ടാണ്, മോനെ എന്നൊരു വിളിയാണ് എന്ന് മഹാനായ ഇമാം റാസി തങ്ങൾ അങ്ങനെ വിശദീകരിക്കുന്നു. ചിലപ്പോ നമ്മളെ കൂടെ പിടിക്കാൻ ആരുണ്ടാവണം? നമ്മളെ പിടിക്കാരെങ്കിലും വേണം, ഒരു മുർഷിദ് വേണം. സ്വലാത്തിലൂടെയും ഹബീബിലേക്ക് അടുത്താൽ ഒരു മുർഷിദ് കിട്ടും. മഹത്തുക്കളെ അടുപ്പം ഉണ്ടാക്കുന്നത് നല്ലതാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനോട് സൂചിപ്പിച്ചല്ലോ, അത്തരത്തിലുള്ള മഹാന്മാരുമായ ബന്ധങ്ങൾ നല്ലതാണ്. അവരോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിന് പരിശുദ്ധി ഉണ്ടാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോ ഇടക്കൊന്ന് ഇങ്ങനെ തെന്നുമ്പോ അവരെവിടെക്കോ ഒന്ന് പിടിച്ചോളും. പിടിക്കാൻ വേണ്ടി എല്ലാവരും പിന്നാലെ നടക്കാതിരുന്നാൽ മതി. പിടിക്കാൻ സാധ്യതയുള്ള, അതിന് പറ്റുന്നു ബോധ്യമുള്ള പണ്ഡിതന്മാർ സാക്ഷി നിൽക്കുന്ന മഹാന്മാരുമായി അത്തരത്തിലുള്ള ബന്ധമുണ്ടാക്കുന്നത് നല്ലതാണ്. അത് പിടിക്കും. യാക്കൂബ് നബി അലൈഹി സ്വലാം പിടിച്ച പോലെ. എന്താ കാരണം? അതിന് മനസ്സിങ്ങനെ നിരന്തരം അമ്മാറയാണ്. അതിങ്ങനെ നിരന്തരമായി നമ്മെ തെറ്റിലേക്ക് ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനെ മാറ്റാൻ കഴിഞ്ഞാൽ മനസ്സിനെ പിന്നെ നീ ചെയ്യേണ്ടത് വിചാരണ ചെയ്യുന്ന മനസ്സാക്കി മാറ്റലാണ്. വിചാരണ ചെയ്യുന്ന മനസ്സ്, നിരന്തരം വിചാരണ ചെയ്യാം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് ഹാസിബു, വിചാരണ ചെയ്യണം. ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ചെയ്യണം. നിങ്ങളുടെ ഈ ഓരോന്നും തൂക്കിവെക്ക്. അതായത് സാധാരണ പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ കുട്ടികൾ സാധാരണ ചെയ്യാൻ എത്ര മാർക്ക് കിട്ടും നോക്കാറില്ലേ? എല്ലാ ദിവസവും മാർക്ക് നോക്കണം. എത്ര മാർക്ക് ഇന്ന് കിട്ടും? എത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അല്ലെ? എല്ലാ ദിവസവും നിങ്ങൾ സിനൂ ഖബ്ല അൻ തുസനൂ എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, തൂക്കി നോക്കൂ, നിങ്ങൾ തൂക്കി നോക്കപ്പെടുന്നതിന് മുമ്പ്. എന്താ തൂക്കി നോക്കാന്ന് പറഞ്ഞേ? എന്തൊക്കെ ചെയ്തു എന്നിങ്ങനെ നോക്കാം. അതിൽ അഹങ്കരിക്കാനൊന്നുമില്ല, മറിച്ചോ അതിലൊരു ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കാനും. അഹങ്കരിക്കാൻ പറ്റുമോ? അഹങ്കരിച്ച ഒരു പുണ്യമില്ല. എന്താ കാരണം? നമ്മുടെ ഇബാദത്ത് കൊണ്ടൊന്നും രക്ഷപ്പെടുമെന്നൊന്നും പുണ്യനബി നമുക്ക് ഉറപ്പ് തന്നിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചാണ് ഞാൻ എന്ന് പറയാൻ വല്ല അധികാരമുണ്ടോ? ഇല്ലല്ല, അങ്ങനല്ല. നിസ്കരിക്കാം. ആര് തരും? ഉടമസ്ഥൻ നീതിമാനാണ്. നീതിമാനായ ഉടമസ്ഥനിൽ നിന്ന് ചോദിക്കാം. എന്താ കാര്യം? അഷ്റഫുൽ ഖൽഖ് തന്നെ പറഞ്ഞതാണ്, ഒരാളെയും അവന്റെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്.
ഒരാളെയും അവന്റെ അമല് സ്വർഗത്തിൽ കടത്തൂല എന്ന് മുഹമ്മദ് റസൂൽ. ലൻ യുദ്ഖിലൽ ജന്നത അഹദൻ അമലുഹു, ആരെയും അയാളുടെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. നോമ്പ് നോറ്റു ശരിയാണ്, നിസ്കരിച്ചു ശരിയാണ്, സദഖ കൊടുത്തു ശരിയാണ്, സക്കാത്ത് കൊടുത്തു ശരിയാണ്, ഹജ്ജ് ചെയ്തിട്ടുണ്ട് ശരിയാണ്, ഇടക്കിടക്ക് ഉംറക്ക് പോകാറുണ്ട് ശരിയാണ്, ദീനീ പ്രവർത്തനത്തിൽ മുഖരിതമാണ് ശരിയാണ്. പക്ഷേ അത് ഞാൻ ചെയ്തു എന്നെങ്ങാനുമുള്ള ബോധ്യം വരുമ്പോ ആ ബോധ്യം ഒരു അഹന്തയിലേക്ക് എത്തുന്നുവെങ്കിൽ സൂക്ഷിക്കണേ, അതൊന്നും നമ്മളെ വലിപ്പത്തിലെത്തിക്കുകയില്ല റബ്ബ് സ്വീകരിക്കാതെ. ഒരു നിമിഷം മതി പൊളിയാൻ, ഒരു നിമിഷം മതി. നിരന്തരം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആ പുണ്യനബി തന്നെ പഠിപ്പിച്ചു. ഖുർആൻ തന്നെ പറയുന്ന ഒരു ദുആ ഉണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അങ്ങനെ ദ്വാരക്കാൻ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, പടച്ചവനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പഴപ്പിച്ചേക്കരുതേ. എപ്പോഴും ഇങ്ങനെ കൽബാണിത്, കൽബായി കൽബായി മറിഞ്ഞ് 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 കൽബാവാനും മതിയ സാധനം. ഇത് കൽബ്, കൽബ് എന്താ മനസ്സിലായോ? എന്താ കൽബ്? ഹൃദയം. കലബ എന്ന് പറഞ്ഞാൽ അങ്ങനെ മറിയലാണ്. ഇങ്ങോട്ടും മറിയും അങ്ങോട്ടും മറിഞ്ഞു മറിഞ്ഞു വേണമെങ്കിൽ എങ്ങോട്ട് പോകാം? കൽബ്. കൽബ്. നായ. നായ അത്ര മോശമായ വസ്തുവൊന്നുമില്ല, നായ നല്ലതാണ്. നായ ഓരോ ജുമക്കും ഓർമ്മിക്കപ്പെടാതെ നമ്മൾ ഈ ഉമ്മത്ത് ഒരു ജുമയും കഴിഞ്ഞു പോണില്ലല്ലോ. ഈ ഉമ്മത്ത് അല്ലേ നായ. ഏത് നായ? അതെ, വഖൽബുഹും ബാസിത്തുൻ നിറാഇഹി ബിൽ മസീദ് ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ വലമുലിത മിൻഹും റുബാ. നായ എന്ന് പറഞ്ഞ് ഓടിക്കേണ്ടതിന് പകരം അങ്ങനെ ഓടിച്ചതാണ് ശരി, ഓടിച്ചു. പക്ഷേ അസ്ഹാബുൽ കഹ്ഫിനോട് ആ നായ പറഞ്ഞു, ലാ തത്റുദൂനി ഇന്നി ഉഹിബ്ബു അഹിബ്ബാ അല്ലാഹ്, എന്നെ നിങ്ങൾ ആട്ടി ഓടിക്കരുതേ, ഞാൻ മഹത്തുക്കളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹ് ഇഷ്ടപ്പെട്ട മഹാന്മാരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാ പോരേന്ന് പറഞ്ഞാല് അസ്ഹാബുൽ കഹ്ഫ് പറഞ്ഞു, കൂടെ പോന്നു എന്ന് മാത്രമല്ല, ഗുഹാമുഖത്തിങ്ങനെ രണ്ടു കൈകളും വിരിച്ചിട്ടിങ്ങനെ ഭീകരമാംവിധം ആ നായിരുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നബിയെ അങ്ങെങ്ങാനും അവിടെ പോയി നോക്കിയിരുന്നുവെങ്കിൽ നബിയെ അങ്ങയുടെ മനസ്സ് മുഴുവനും ഭീതി പൂണ്ടിട്ട് തിരിച്ചു പോരുമായിരുന്നു. അത്ര ഭീകരമാംവിധം തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭീകരമായിരുന്നു ആ നായ എന്ന് ഖുർആൻ. രണ്ട് കൈ ഇങ്ങനെ വിരിച്ചിരുന്നു. നബിയെ അങ്ങെങ്ങാനും അവിടെ ചെന്നിരുന്നുവെങ്കിൽ അങ്ങ് ഓടുമായിരുന്നു. എങ്ങനെ ഓടും? അങ്ങയുടെ മനസ്സിൽ അവരെ കുറിച്ചുള്ളൊരു പേടി പോലും വരുമായിരുന്നു. അങ്ങനെ ഓടിയനെ. അമ്മാതിരി ഭീകരമായ ഭാവത്തോടെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ നായിരുന്നത്. ആ നായ അള്ളാഹു ഉയർത്തിയ നായയാണ്. അള്ളാഹു ഉയർത്തിയ നായയാണ്. എന്നാലോ മനുഷ്യനെ നായ എന്ന അവസ്ഥയിലേക്ക് അള്ളാഹു താഴ്ത്തു. മസലുഹും കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായയുടെ ഉദാഹരണം പോലെ എന്ന് ഖുർആൻ. ആരാ? സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് 23,000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിയ മഹാപണ്ഡിതൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറയല്ലേ ആലിമീങ്ങളല്ലേ? അതെ, ആലിമീങ്ങളാണ്, ശരിയാണ്. പക്ഷെ 23,000-ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്താൻ കഴിഞ്ഞ ലോകപ്രശസ്തനായ മുദരിസ്. പക്ഷേ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെതിരായി ആ കാലഘട്ടത്തിലെ ചില രാജാക്കന്മാർ വന്ന്, അതായത് ഭരണകൂടങ്ങൾ വന്ന് മഹാനായ മൂസക്കെതിരായി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ എതിരായി ദുആ ചെയ്തതിന്റെ പേരിൽ നായ പോലെയായ മനുഷ്യനാണ്
ബൽഗാം ഇബ്നു ബാസുറ, നായ പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഗ്രന്ഥത്തിൽ നായയെ പോലെ പഠിപ്പിച്ചു തന്നു. ഇവനെ കുറിച്ച് മഹാനായ മൂസ നബി അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകനെതിരായി ദുആ ചെയ്തപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാളുടെ സ്ഥാനത്തെ വലിയ മുദരിസിന്റെ സ്ഥാനത്ത് നിന്ന് അല്ലാഹുവിന്റെ ലൗഹിലേക്ക് നോക്കി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന വലിയ മഹാനായ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് അല്ലാഹു അവന്റെ ലിസ്റ്റങ്ങ് കീറിയിട്ടപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നു, മസലുഹു, അവന്റെ ഉദാഹരണം കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായ പോലെ. ഒരു നായ നായയിൽ നിന്ന് വലിയ ആളായി, ഒരു നായ മനുഷ്യനിൽ നിന്ന് നായ. എന്താ അതിന് കാര്യം? മഹാനുഭാവരുമായുള്ള ബന്ധം ഏത് മോശമായ മനുഷ്യരെയും നന്നാക്കും, മഹാന്മാരുമായുള്ള അകലം ഏത് വലിയ മനുഷ്യനെയും മോശമാക്കും. അല്ലാഹു കാക്കട്ടെ. നമുക്കൊക്കെ അങ്ങനെ ഒരു പിടി നല്ലതാട്ടോ. ഏത്? നമുക്ക് പിടി ഉണ്ടാവണം. മഹാന്മാരായ നമ്മുടെ ഗുരുവര്യന്മാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വന്ദരായ ഉസ്താദ് ആനക്കര കോയക്കോട്ട് മുസ്ലിയാർ, നമ്മുടെ മുന്നേ നടന്നുപോയ മഹാനായ കണ്ണീത്ത് ഉസ്താദ് ശംസുൽ ഉലമ നബറല്ലാഹു മർഖദഹുമ, ഈ രണ്ട് മഹാന്മാർ, അങ്ങനെ പോയ ഒരുപാട് മഹത്തുക്കൾ. വന്ദരായ ഉസ്താദ് കോയക്കുട്ടി മുസ്ലിയാർ വലിയ ത്വരീഖത്തിന്റെ ഉടമയാണ്. അള്ളാഹു ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർ ഇപ്പോ പലരും പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. തൃശൂർ ജില്ലയിൽ സമസ്തയുടെ മുഷാവറ മെമ്പറായ മഹാനായ ഉസ്താദ് തൊഴിയൂർ കുഞ്ഞാമുദ് മുസ്ലിയാർ, അള്ളാഹു ആയുസ്സും ആരോഗ്യവും കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. ഈ നോമ്പുകാലത്ത് മഹാനുഭാവന് വലിയ ബുദ്ധിമുട്ടിലാണ്, രോഗിയാണ്. പിന്നെ ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരവസ്ഥയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആയുസ് കൊടുക്കട്ടെ, ആയുസ് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ബന്ധം മഹാന്മാരുമായുള്ള ബന്ധം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അതല്ലാതെ പിന്നെ നമുക്ക് എന്താ പിന്നെ ഉള്ളത്? അല്ലെ, നമുക്ക് എന്താ വേണ്ടത്? അല്ല, നമ്മൾ എന്താ അമല് ചെയ്തിട്ട് രക്ഷപ്പെടാം? അമ്മാറയായ മനസ്സിനെ നന്നാക്കാൻ കഴിയണമെങ്കിൽ ഒരു വലിയ ആളുടെ ബന്ധം വേണം. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ വലിയ ആളുകളുടെ ബന്ധം വേണം. അങ്ങനെ വന്ന് നന്നായാലോ ലവ്വാമ എന്ന മനസ്സിലേക്ക് എത്തണം. ലവ്വാമ എന്താ? ലവ്വാമ ഇങ്ങനെ നിരന്തരം ആക്ഷേപിക്കണം. നിരന്തരം നീ എന്ത് ചെയ്തു, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കണം. അള്ളാഹു പറയുന്നു, അള്ളാഹു സത്യം ചെയ്യുന്നു, നിരന്തരം ആക്ഷേപിക്കുന്ന മനസ്സ്. ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ നീ ഒന്നും ചെയ്തില്ല എന്ന് പറയല്ല, എന്ത് ചെയ്തു എന്ന് ആലോചിപ്പിക്കുന്ന മനസ്സ്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നന്നായി വന്നിട്ടാണ് ഈ റമദാനിന്റെ പരിശുദ്ധമായ ഈ രാവുകൾ അവസാനിക്കാറാകുമ്പോ നാം ഒരു മുത്തുമഇന്നയിലേക്ക് എത്തേണ്ടത്. അപ്പോഴാ മലക്കുകൾ വരുള്ളൂ സലാം ചെല്ലാൻ. മുത്തുമഇന്ന അല്ലാതെ ചെളിയിൽ ഇറങ്ങോ മലക്ക്? നിങ്ങൾ ആലോചിച്ചോ, ചെളിക്കുണ്ടത്തിൽ മലക്കിറങ്ങോ? ഇറങ്ങോ? ചെളിക്കുണ്ടത്തിൽ മലക്കിറങ്ങൂല. മലക്കിറങ്ങാൻ ശുദ്ധമാകണം ഹൃദയം. സലാം പറയാൻ കഴിയണം മലക്കിന്, സലാം പറയാൻ കഴിയണം. ശുദ്ധമായ ഹൃദയമുണ്ടാകണം, മുത്തുമഇന്നയാകണം, ശാന്തമാകണം, സാന്ത്വനം ശ്രദ്ധിച്ച മനസ്സാകണം. നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചോദിച്ചിട്ട് വരൂ എന്ന് പറയാൻ സാധ്യമാകുന്ന മനസ്സ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ മനസ്സേ വരിക. എന്തൊരു വിളിയല്ലേ, എന്ത് രസമുള്ള വിളിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശാന്തമായ മനസ്സേ വരിക. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ അലയടങ്ങിയ മനസ്സേ വരിക. എങ്ങോട്ട് വരണം? ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ നാഥന്റെ സമക്ഷത്തിലേക്ക് വരിക. സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ, മുസ്അബ് ഇബ്നു ഉമൈറിന്റെ, ബദറിന്റെ രണാങ്കളത്തിലും ഉഹദിന്റെ രണാങ്കളത്തിലുമൊക്കെ ഷഹീദായ മഹത്തുക്കളുടെ, പ്രത്യേകിച്ചും ഉഹദിൽ ഷഹീദായ ഹംസയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാൻ വരുമ്പോ ഇർജിഇ ഇലാ റബ്ബികി, രക്ഷിതാവിന്റെ സമക്ഷത്തിലേക്ക് മടങ്ങുക. ആ മനുഷ്യനോടത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാ പറയാ?
അല്ലാഹുവേ, സിദ്ദീഖും ഫാറൂഖും നിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട് തമ്പുരാനെ. ഈ ഹംസക്ക് സമ്പത്തില്ല റബ്ബേ, ഹംസക്ക് മറ്റൊന്നുണ്ട് തമ്പുരാനെ. ഈ കായബലം, ഈ ശരീരബലം, ഈ മാംസലമായ ശരീരമുണ്ട് നാഥ. നിന്റെ പരിശുദ്ധ ദീനിന്റെ അടർക്കളത്തിൽ എന്റെ ശരീരം നീ സദഖയായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ഉഹദിലേക്ക് ഓടിയെടുത്ത മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ശരീരത്തിലെ ഓരോ തുണ്ടും ചവച്ചു തുപ്പപ്പെട്ട ഹംസ ശരീരം മുഴുവനും വികലമാക്കപ്പെടും വിധം ഹിന്ദെന്ന പെണ്ണിന്റെ ക്രൂരതകൾ കാട്ടപ്പെട്ട ശരീരമെന്ന ഹംസയുടെ ശരീരം. പക്ഷേ ആത്മാവിനെ വിളിച്ചു കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ മാലാഖമാരുടെ വിളിനാദം വന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സംതൃപ്തമായ ആത്മാവേ, സംതൃപ്തമാണ് അവരുടെ ആത്മാക്കൾ. യുദ്ധത്തിലേക്ക് ഓടുന്നവർ ഉമൈർ ഇബ്നുൽ ഹാരിസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് വിളിച്ചു പറയുന്നുണ്ടല്ലോ, ബദർ രണാങ്കണം ഒരുങ്ങുന്നുണ്ടല്ലോ നബിയെ, ആ ബദറിൽ ഷഹീദായാൽ എനിക്കെന്താ കിട്ടാ നബിയെ? എവിടെയാ സ്വർഗം നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വർഗം നിന്റെ സമീപത്ത് നിൽക്കുന്നുണ്ട് ഉമൈർ, സ്വർഗം നിന്റെ സമീപത്ത് നിൽക്കുന്നു. നബി തിരുമേനിയുടെ മുമ്പിൽ കാരക്ക കുറിച്ചു നിന്ന മഹാനായ സ്വഹാബി തന്റെ കയ്യിലെ കാരക്കുകൾ മുഴുവൻ എറിഞ്ഞിട്ട് പറയുന്നു, സമയമില്ല എനിക്ക്, ഈ കാരക്ക തിന്നു തീർക്കാൻ സമയമില്ല. ബദറിലെ കോടി ഷഹീദാകുന്നു ഉമൈർ. എന്തൊക്കെ നടന്നതാ ബദർ, എന്തൊക്കെ നടന്നതാ ഉഹദ്. ഇവിടെ വന്ന് അല്ലാഹു അവന്റെ മാലാഖമാരാൽ വിളിക്കപ്പെടുകയാണ്, രക്ഷിതാവിന്റെ സവിധത്തിലേക്ക്. തൃപ്തപ്പെട്ടു, നീ തൃപ്തമാണ്, ഒപ്പം അല്ലാഹുവിന്റെ തൃപ്തിനെ കൊണ്ട് റാലിയത്താണ്, മർദിയത്താണ്. എന്റെ അടിമകളിലേക്ക് പ്രവേശിക്കുക, ഉദ്ഖുലീ ജന്നതി, സ്വർഗ്ഗത്തിലേക്ക്. അതിന് കഴിയുന്ന മനസ്സേതാ മുത്മഇന്ന, സാന്ത്വനം ശ്രദ്ധിക്കുന്ന വിധം ദിക്റു ചൊല്ലുന്ന മനസ്സ്. റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ അല്ലാഹുവിനെ ഓർത്തിട്ടു കരയുകയും തിലാവത്തിൽ കരഞ്ഞു തീർക്കുകയും ചെയ്ത വിധം പുണ്യങ്ങൾ നേടിയ ആ മനസ്സാണ് മുത്മഇന്ന. ആ മനസ്സിനെയാണ് തുസല്ലിമു, സലാം പറഞ്ഞും മുസാഫത്ത് ചെയ്തും കാണാൻ വേണ്ടി മത്സരിക്കാൻ മലക്കുകൾ കാത്തിരിക്കുന്ന രാത്രി വരുന്നത്. ഇവിടെ ബഹുമാനായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നിങ്ങളുടെ അഭിവന്ദനായ ഖത്തീബ് സൂചിപ്പിച്ചുവല്ലോ, റമദാനിലെ ഒറ്റപ്പെട്ട രാത്രികളിൽ വരാനിരിക്കുന്ന മലക്കുകളുടെ കഥ പറയുന്നോടത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുബ ഒരു വലിയ കുംഭത്തിലായി, ഒരു വലിയ കൂടാരം പോലെയുള്ള അവസ്ഥയിൽ ജിബ്രീൽ മലക്കുകളാൽ ഇങ്ങനെ അവതരിക്കപ്പെടുന്നത്. ആ ദിവസത്തിന്റെ രാത്രിയിൽ ജിബ്രീൽ വരും. ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ആ രാത്രിയെ സജീവമാക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിനോട് അയാൾ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, ഗഫറല്ലാഹു ലഹു, അല്ലാഹു അയാൾക്ക് പൊറുക്കലിനെ കൊടുത്തു കഴിഞ്ഞു. വഖാല ഫീ റഹ്മത്തില്ലാഹ്, അവൻ നിരന്തരം അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ മുഴുകി ജീവിക്കുകയാണ്. ഒരാൾ ലൈലത്തുൽ ഖദ്റിനെ ജീവിപ്പിച്ചാൽ അങ്ങനെ കൂടിയുണ്ട്, 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അയാൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അല്ലാഹു അയാൾക്ക് പൊറുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അയാൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഇങ്ങനെ കഴിയും. അങ്ങനെ കഴിഞ്ഞു ഫജ്റിലേക്ക് എത്തുന്നവരെ അയാൾ ഇരിക്കുമ്പോ അയാളുടെ മുമ്പിലേക്ക് ഒരാൾ വരും. ഈ മഹാന്മാരായ പ്രവാചകന്മാർക്ക് വന്നയാളാണ് വരുന്നത്. ഈ പ്രവാചകന്മാർക്ക് പരിശുദ്ധമായ സന്ദേശം കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ച മനുഷ്യർ പിന്നെ മഹാനുഭാവനാണ് വരുന്നത്. അല്ലാഹുവിന്റെ സവിധത്തിലെ ശക്തൻ, അല്ലാഹുവിന്റെ സവിധത്തിലെ അമീനും മുത്താഹുമായ മഹാൻ. അതായത് ജിബ്രീൽ
ذي قوة عند ذي العرش مكين مطاع ثم أمين. ذي قوة, നല്ല ബലമുണ്ട്. നല്ല ബലമുണ്ടെന്നല്ല അള്ളാഹു അദാബുകൾ അവതരിപ്പിക്കുമ്പോഴും ജിബ്രീലിനെയാണ് വിടുന്നത്. എന്താ ജിബ്രീലിന്റെ പ്രത്യേകത? ജിബ്രീൽ ഈ ഭൂമിയിൽ പലപ്പോഴും മലകൾ മറിച്ചിടാൻ അള്ളാഹു നിശ്ചയിക്കാറുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പക്ഷെ അങ്ങനെ വരുന്ന ജിബ്രീലിനെ കുറിച്ച് ജിബ്രീൽ ആദ്യം പറഞ്ഞിട്ടാണ് പലപ്പോഴും ആയത്തുകൾ തുടങ്ങാറ്. യൗമ യഖൂമു റൂഹു വൽ മലായിക, റൂഹാകുന്ന ജിബ്രീലും മലക്കുകളും നിൽക്കുന്ന സമയം. അങ്ങനെ ഒരു ദിവസം യൗമ യഖൂമു റൂഹു വൽ മലായിക. പക്ഷെ ഇവിടെ വരുമ്പോൾ അല്ലാഹു ഇങ്ങനെ പറയുന്നു, തനസ്സലുൽ മലായിക വറൂഹു. മലക്ക് വന്നു, ജിബ്രീലും വന്നു അലൈഹിസ്സലാം. മലക്ക് വന്നു, ശേഷം ആര് വന്നു? പൈലറ്റ് വാഹനങ്ങളെല്ലാം വന്നു. പിന്നെ ആര് വന്നു? ജിബ്രീൽ. ജിബ്രീൽ വന്നാൽ എന്താ പ്രത്യേകത? ജിബ്രീൽ വന്നിട്ട് വമൻ മസഹഹു മസഹഹു ജിബ്രീലു ബിജനാഹിഹി. ജിബ്രീൽ ആ മഹാനുഭാവന്റെ പക്ഷം കൊണ്ട് സത്യവിശ്വാസിയായ മനുഷ്യനെ ഒന്ന് തലോടും. ഒരു കരുണാസ്പർശം. അങ്ങനെ തലോടിയാലോ വമൻ മസഹ ജിബ്രീലു ബിജനാഹിഹി. ജിബ്രീൽ അദ്ദേഹത്തിന്റെ ഈ പരിശുദ്ധമായ പക്ഷം കൊണ്ട് ആരെ തലോടിയാലും ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാൾ കടന്നു കഴിഞ്ഞു, സ്വർഗം കിട്ടി. അയാൾക്കൊരു ഉൾപ്പുളകമുണ്ടാകുമെന്ന് പുണ്യനബി. രാത്രി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരുതരം ഉൾപ്പുളകമുണ്ടാകും. മഹാനായ ജിബ്രീൽ അടുത്തുണ്ടെന്നർത്ഥം. വെറുതെ കിടർത്തിട്ട് ജിബ്രീൽ പക്ഷേ ജിബ്രീൽ അടുത്ത് വരുന്ന അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് കേട്ടെ. ജിബ്രീൽ അടുത്ത് വരും. ഇജാബത്തുണ്ടാകും. ദുആക്ക് ഹർഷമുണ്ടാകുമെങ്കിൽ ഇജാബത്തിന് തെളിവാണ്. കണ്ണുനീരുണ്ടെങ്കിൽ ഇജാബത്തിന്റെ സമയമാണ്. ഗനീമത്തെന്ന് മുഹമ്മദ് നബി. ഗനീമത്താണ്. ഇഗ്തനിമു, ചില സമയങ്ങളൊക്കെ നിങ്ങൾ ഗനീമത്തെടുത്തോ. അതേത് സമയമെന്നറിയോ? കണ്ണ് കലങ്ങുകയും ഹൃദയം പിന്നെ പൊട്ടി ആർദ്രമാവുകയും ചെയ്യുന്ന സത്യവിശ്വാസിയുടെ സമയം. ആ സമയം ഗനീമത്തെടുക്കാൻ മുഹമ്മദ് നബി. നല്ലോണം കരഞ്ഞു കിട്ടുന്ന സമയമുണ്ടല്ലോ, അള്ളാഹുവിനെ ഓർത്തിട്ട് ഇങ്ങനെ അപ്പ ദ്വാരക്കണം, അള്ളാഹു സ്വീകരിക്കും. അതേ മലക്കുകൾ വരുന്നത് ആ സമയത്താണ്. തുസാഫിഹു വ തുസല്ലിമു, ഇങ്ങനെ വന്നിട്ട് മുസാഫത്തി, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും പോകും. തനസ്സലു അലൈഹിമുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്നല്ല പടച്ചോൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം. അവർക്കൊരു സമയം ഇങ്ങനെ തോന്നിപ്പോകാണ്. അതായത് കൽപ്പനയിൽ ഓടി വന്നതല്ല മലക്കുകൾ, മറിച്ച് പടച്ചോനെ ഞങ്ങളവിടെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു പോകുന്നതാണ്. ആര്? എന്താ അങ്ങനെ? നേരത്തെ ഇവര് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഇതേ മലക്കുകൾ തന്നെയാണ് ചോദിച്ചത്, അല്ലാ ഇവൻ ഈ ഭൂമിയിൽ കുഴപ്പക്കാരനാണ്, ഇവൻ ഈ ഭൂമിയിൽ പ്രശ്നക്കാരനാണ്, രക്തച്ചൊരിച്ചിലുണ്ടാക്കും. ഖാലു അതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. രക്തച്ചൊരിച്ചിലും കുഴപ്പവും ഉണ്ടാക്കുന്ന വിഭാഗത്തെ എന്തിന്? അപ്പോഴാ മലക്കുകളോട് അല്ലാഹു പറഞ്ഞത്, ഞാൻ അറിയുന്ന ചില സംഭവങ്ങളുണ്ട്. ഇന്നീ അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ചില സംഭവങ്ങൾ. ഈ മഹാനായ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരിച്ച ഇൽമു കൊടുക്കപ്പെട്ട മനുഷ്യനാകുന്ന സയ്യിദുനാ ആദം, അല്ലാഹുവിന്റെ വിശുദ്ധരായ മലക്കുകളുടെ ഉസ്താദായി വാഴിക്കപ്പെടുന്ന സയ്യിദുനാ ആദം അലൈഹിസ്സലാം, ആ ആദമിന്റെ മക്കളാകുന്ന ഉമ്മത്ത് മുഹമ്മദ് രാത്രിയിൽ ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ രണ്ടു നയനങ്ങളും കവിഞ്ഞൊഴുകി കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുമ്പോ അല്ലാഹു അവന്റെ പരിശുദ്ധ മലക്കുകളോട് ചോദിക്കും, നേരത്തെ നിങ്ങളല്ലേ എന്നോട് ചോദിച്ചത് ഇവർ കുഴപ്പക്കാരാണെന്ന്? എത്ര മനോഹരമാണ് ഭൂമിയിലെ കാഴ്ച. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധരായ മുഅ്മിനീങ്ങൾ, മഹാന്മാരായ മലക്കുകൾ തന്നെ ചോദിച്ചു തുടങ്ങുമല്ലോ. ആ മുഅ്മിനീങ്ങളുടെ സദസ്സിലൊന്ന് ചെന്നുപെടാൻ, അവരുടെ കൂടെ ഇരിക്കാൻ, അവര് കരയുമ്പോ കൂടെ കരയാൻ, അവര് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ, അവരുടെ കൈകളിൽ പിടിച്ച് സലാം ചെല്ലാൻ, അവർക്ക് മുസാഫഹത്ത് ചെയ്യാൻ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഭൂമിയിലേക്ക് അയച്ചാലുമെന്ന് വിശുദ്ധരായ മലക്കുകൾ പറയും. അല്ലാഹു അയക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ മലക്കുകൾ എപ്പോഴുണ്ടല്ലോ അവിടെ മലക്കുകൾ. പിന്നെന്തിനാ പഠിച്ച വേറെ പ്രത്യേകം പറയേണ്ട ആവശ്യം? അപ്പൊ അവിടെ ഒരു പ്രത്യേക മലക്ക് വരും. എവിടെ വരും? തനസ്സലുൽ മലായിക, പ്രത്യേകം മലക്കുകൾ.
പ്രത്യേകം മലക്കുകൾ അവര് വന്നിട്ട് ഇങ്ങനെ നടക്കും. വറൂഹ് ആരും നടക്കും. സയ്യിദുനാ ജിബ്രീൽ. എന്തിനാ ഇത്? എല്ലായിടത്തും സലാം സലാം സലാം. നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോഴും സലാം, അല്ലാഹുവിന്റെ സലാം. തഹിയ്യത്തുഹും ഫീഹാ സലാം. അവിടെയും സലാം. അല്ലാഹു സലാം എന്ന അഭിവാദ്യം ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. തഹിയ്യത്തുഹും ഫീഹാ സലാം. സ്വർഗത്തിലുള്ളത് സലാമാണ്. അവിടെയുള്ള മലക്കുകൾ, അവിടെയുള്ള ഖസനത്തുകൾ, അതായത് മലക്കുകൾ, സ്വർഗത്തിന്റെ കാവൽക്കാർ, മഹാന്മാരായ മുഅ്മിനീങ്ങളെ കാണുമ്പോ പറയും, കടന്നോളൂ ബിസലാമിൻ ആമിനീൻ, നിർഭീതമാം വിധം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അല്ലാഹു അത് ഇവിടെ തുടങ്ങും. എവിടെ? ലൈലത്തുൽ ഖദ്റിൽ തുടങ്ങും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലൈലത്തുൽ ഖദ്റിൽ തുടങ്ങും. സലാമുൻ സലാമുൻ. എവിടെ വരെ? ഹത്താ മത്ലഇൽ ഫജ്ർ. ഫജ്ർ തീരണവരെ സലാമാണ്. ഫജ്ർ ഉദിക്കുന്നവരെ സലാമാണ്. ഭൂമിയിൽ സമാധാനത്തിന്റെ മലക്കുകൾ വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ലൈലത്തുൽ ഖദ്ർ വരാതെ പോകുന്നു എന്ന് വന്നാൽ, ലൈലത്തുൽ ഖദ്ർ ഇങ്ങനെ വേണ്ട പോലെ വന്നില്ലെങ്കിൽ ഈ ഭൂമി നാശത്തിന്റെ ഭൂമിയാണ്. ഓരോ സമയത്തും നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കണം. ഈ സമയങ്ങളെ അല്ലാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയെ തന്നെ എടുത്തുകളയാൻ പാകത്തിനുള്ള തിന്മകളാണ് നിരന്തരം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ റമളാന്റെ പുണ്യ ദിവസങ്ങളിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ കേട്ടുവോ എന്നറിയില്ല, ചവക്കാട്ട ഒരു കുടിലിലെ പാവപ്പെട്ട ഉമ്മയുടെ നെഞ്ചത്ത് മകൻ ചവിട്ടിയിട്ട് ആ പൊന്നുമ്മയുടെ ഹൃദയം പൊട്ടിപ്പിളർന്ന് ഈ റമളാനിന്റെ മധ്യാഹ്നം ആ ഉമ്മയുടെ കരച്ചിൽ അവസാനിച്ചു പോയത് നാം ഈ പരിശുദ്ധ റമളാനിൽ കേട്ട വാർത്തയെങ്കിൽ എത്ര ഭീകരമാണ് നാം കേൾക്കുന്നതൊക്കെയും. ഈ ഭൂമിയെ തന്നെ തച്ചുടച്ചു കളയാൻ കഴിയുന്ന വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വലിയ അദാബുകൾ ഇറക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഏതോ വിശ്വാസിയുടെ കണ്ണുനീര് തന്നെയാണ് ഉത്തരം. ഏതോ മനുഷ്യന്മാരുടെ ദുആയും കണ്ണുനീരുമാണ് ഉത്തരം. കരഞ്ഞോളൂ, ഈ ഭൂമി നിലനിൽക്കാൻ നമ്മൾ കരഞ്ഞേ വെച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് അല്ലെ, എങ്ങനെ വരല്ലേ? എന്നിട്ട് നമുക്കൊന്നും അല്ലേ? لم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق. ألم يأن للذين آمنوا, സത്യവിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ? എന്നെ ചോദ്യ, ഇനിയും സമയമില്ലേ? അലം യഅനി ലില്ലദീന ആമനു, സത്യവിശ്വാസിക്ക് സമയമായില്ലേ? ചിലരെങ്കിലും പഴയ കാലങ്ങളുടെ വേദപുസ്തകങ്ങളിൽ നിന്ന് ചിലത് പഠിക്കാൻ ജൂത പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയപ്പോഴാണ് അല്ലാഹു ഈ ആയത്ത് ഉദ്ധരിക്കുന്നത്. ചിലരെങ്കിലും പഴയ സംസ്കാരങ്ങളുടെ പിന്നാലെ പോയപ്പോഴാണ് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും, പേടിക്കാൻ സമയമായില്ലേ മുഅ്മിനീങ്ങൾക്ക്? പേടിച്ചു റബ്ബേ, പേടിച്ചു തമ്പുരാനെ, ഞങ്ങൾ നിന്നെ പേടിക്കുന്നു എന്ന് സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞ സന്ദർഭമുണ്ട്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോ മുനാഫിഖീങ്ങളിൽ ചിലരാണ് പോയതെന്ന് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും, വിശ്വാസിക്ക് പേടിക്കാൻ സമയമായില്ലേ? എന്തൊക്കെ വന്നിട്ടാ പേടിക്കാത്തത്? ഒരു തരത്തിലും നിങ്ങൾ ആലോചിക്കുക. ഈ ആയത്ത് വരുന്നത് രണ്ടായത്ത്. ഞാനിവിടെ ഓതിയ ഒരായത്തിന് നേരത്തെ ഏതായത്ത്? നിങ്ങൾ ഉറങ്ങിയോ? ഒന്നും കൂടി ഇരുന്നേ, കുറച്ചുകൂടി ഒന്നും വെറുതെ മുന്നോട്ടിരുന്നേ. ഒരു വല്ലാതെ വയസ്സായ ആൾക്കാരും ബുദ്ധിമുട്ടുള്ളവർ ഇരിക്കണ്ട. അപ്പൊ എനിക്ക് തന്നെ എങ്ങനെയാണ് നോക്കൂ. അപ്പൊ പിന്നെ പ്രായമുള്ളവരുടെ കഥ എന്തായിരിക്കും? ഞാനൊന്ന് ചാടിയതാണ്, എന്റെ കാലിന്റെ ലിഗമെന്റ് പൊട്ടി. അള്ളാഹു നേരെയാക്കി തരട്ടെ അല്ലേ? ഈ സമർക്കന്ന് ചാടയും ഓടെയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ ഉണ്ടായ ഒരു സംഭവം. അതിനുശേഷം പിന്നെ ഒരു ചാട്ടം കൂടി ചാടിപ്പോ പൂർണ്ണായി ശരിയായി. അള്ളാഹു നമ്മളൊക്കെ അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു മാറ്റട്ടെ. സംഭവിച്ചിരുന്നു ചെറിയ സംഭവം, പക്ഷെ അതിനു വേണ്ടി മാത്രം നമ്മൾ എത്ര കഷ്ടപ്പെടേണ്ടി വരുമെന്നറിയോ? സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഞാൻ ആലോചിച്ച ഒരു ഞരമ്പേ, അതായത് ലിഗമെന്റ് എന്ന് പറഞ്ഞത് രണ്ട് ഇങ്ങനെ ഈ മുട്ടുകൾക്കിടയിൽ കെട്ടിവെച്ചിരുന്ന സാധനം, അത് പൊട്ടി. അത് ഒരു ടയറിന് അതിന് പറയാം. അങ്ങ് വന്നപ്പോഴേക്കും സംഗതി നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, സുജൂദിലേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനങ്ങ് പരമാവധി സുന്നത്തൊക്കെ ഇരുന്നിട്ടും
ഫർദൊക്കെ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. ഡോക്ടർ പറഞ്ഞാലും കേൾക്കാതെ. കാരണം ഈ സുജൂദ് തലകൊണ്ട് ചെയ്യാതെ ഒരു സുഖമില്ല. നെറ്റി അവിടെ മുട്ടാതെ ഒരു സുഖം വരാറില്ല. അല്ലേ? അല്ലാതെ നമ്മളൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ വയസ്സായ ഒരുപാട് സഹോദരന്മാരുണ്ട് ഇവിടെ. എന്നാലും അങ്ങനെ തോന്നിപ്പോ. ഞാനിങ്ങനെ ഡോക്ടർ വളരെ നിർബന്ധിച്ച് പറഞ്ഞു ഒരിക്കലും ചെയ്താൽ വീണ്ടും പൊട്ടും, അത് പൊട്ടു കൂടുന്നാണ്. പക്ഷെ ഈ സമയത്ത് അതിങ്ങനെ ചെയ്യാതിരിക്കാൻ വയ്യ. കുറെ നാളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്ന് നോക്കി. അപ്പൊ എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെ. അപ്പൊ ഞാൻ എല്ലാ പരിപാടിയും വെച്ചു. ഇപ്പൊ പരിപാടികളുടെ ആകെ കൊളായി. ഈ ദിവസം ആകെ പരിപാടി. എന്നാലും അതും അൽഹംദുലില്ലാ. ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ചെറിയ പ്രശ്നം, ഒരു ഞരമ്പ് പ്രശ്നമായാൽ തീർന്നു. ഒരു ഞരമ്പിന് ഒരു ചെറിയ ടയർ വന്നപ്പോ വലിയ കരുത്തുണ്ടെന്ന് വിചാരിച്ച് ഏത് സ്റ്റെപ്പും ചാടിക്കയറിയിരുന്ന ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഇപ്പൊ ഒരു സ്റ്റെപ്പും നിന്നിട്ട് ഇങ്ങനെ മിമ്പറിലേക്ക് കയറണ പോലെ ഇങ്ങനെ കുറെ ആലോചിക്കും. എന്നിട്ട് രണ്ടാമത്തെ എടുക്കുള്ളൂ. എന്താ കാരണം? അങ്ങനെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി. ഒന്നുമില്ല ഒരു ചെറിയ ഞരമ്പിന് സംഭവിച്ചല്ല. ഈ ഹൃദയധമനികളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പൊട്ടുപൊട്ടിയ ഈ തലച്ചോറിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഞരമ്പുകൾക്കിടയിൽ ഒന്ന് വന്നാൽ സെറിബ്രൽ ഹെമറേജ് എന്ന് ഇംഗ്ലീഷുകാരൻ അത് ആംഗലേയ പ്രയോഗം നടത്തും എന്ന് പറഞ്ഞാൽ തീർന്നു. അവസാനിച്ചു. ഒന്നുമില്ല. എന്ത് അഹങ്കാരത്തിന്റെ ഉച്ചകോടിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ എന്തേ പറഞ്ഞു വന്നത്? എന്താ ഞാൻ പറഞ്ഞു വന്നത്? 2 ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിച്ചതിന്റെ പ്രിയപ്പെട്ടവരെ. അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും. ഹൃദയം പേടിക്കാൻ സമയമായില്ലേ മുഅ്മിനീങ്ങൾക്ക്? ഈ ആയത്ത് വരുന്നതിന്റെ കാരണം ചില ആളുകൾ തൗറാത്തിന്റെ പിന്നാലെ പോയപ്പോഴാണ്. ചില ആളുകൾ ജൂത സംസ്കാരങ്ങളുടെ പിന്നാലെ പോയപ്പോഴാണ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കെല്ലാം ഇറക്കി തന്നില്ലേ. വമാ നസല മിനൽ ഹഖ് അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ഓർമ്മകളിലേക്ക്, റബ്ബിന്റെ ഓർമ്മയിലേക്ക് ഹൃദയം പേടിക്കാൻ സമയമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥത്തിലേക്കും. ഇത് രണ്ടും പോരെ? ദിക്റുല്ലാഹിയും ഖുർആനും. ദിക്റുല്ലാഹിയും നമുക്ക് ഖുർആനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ വല്ലാതെ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ വല്ലാതെ പറയുന്നില്ല. എന്നാൽ ആലോചിച്ചു പോകാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ ഒരിക്കൽ ഒരു ചാനലിലെ ചർച്ചകൾക്കിടയിൽ നമ്മൾ കേട്ടു ഒരു പെൺകുട്ടി വന്ന് പറയാൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുസ്തകമാണ്. ആരാ പറഞ്ഞത്? മലബാറിൽ നിന്ന് പോകുന്ന പെണ്ണ്. അല്ലോ, ഈ മലബാർ ആരുടേതാണ്? ഔലിയാക്കൾ ജീവിച്ച മണ്ണാണ് ഇതിലെ. എത്ര ഔലിയാക്കൾ, എത്ര സയ്യിദുമാർ, എത്ര മഹാന്മാർ. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നടന്ന മണ്ണ്. മഹാന്മാരായ ഉമർ ഖാലിയെപ്പോലെ, മമ്പുറം തങ്ങളെപ്പോലെ മഹാന്മാരായ ഒരുപാട് ഔലിയാക്കൾ നടന്നുപോയ മണ്ണ്. ഈ മണ്ണിൽ നിന്നൊരു പെണ്ണ് വന്ന് പറയുന്നു ഖുർആൻ എനിക്കൊരു പുസ്തകമാണ്. ഖുർആൻ എനിക്കൊരു പുസ്തകമാണ്. അതേ ചിന്തിക്കണേ. വമാ നസല മിനൽ ഹഖ്, സത്യസന്ധമായി അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെയും കുറിച്ചൊന്ന് ഓർക്കാനും പഠിക്കാനും സമയം കിട്ടിയിട്ടില്ലേ ജനങ്ങൾക്ക്? ഈ ആയത്ത് വന്നത് മറ്റു സംസ്കാരങ്ങളിലേക്ക് പോകാൻ മനുഷ്യർ മെനക്കെട്ടപ്പോഴാണ്. മറ്റൊരായത്ത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. പൂർണ്ണമായും നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കണം. ഫിസ്സിൽമി, സത്യത്തിന്റെ ഈ വെളിച്ചമാകുന്ന മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക്. കാഫത്തൻ, പൂർണ്ണമായിട്ടും. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ വഴി തേടരുതേ. എപ്പോഴാ ചെയ്യത്? ബഅദമാ തബയ്യന ലഹുമുൽ ഹുദാ, വെളിച്ചം കിട്ടിയതിനു ശേഷം. ഏറെ അപകടം നമ്മൾ നന്നായിട്ട് മോശമാവണം. ശ്രദ്ധിച്ചോട്ടോ, ഏറെ അപകടമാണ് നന്നായിട്ട് മോശമാവണം. അല്ലാഹു കാക്കട്ടെ. അത് നന്നായി മോശമായ പിന്നെ ചിലപ്പോ ഉണ്ടല്ലോ പടച്ചോൻ ഒറ്റ വിടലാൻ കൂടും. നന്നായി മോശമായ ചിലർ വളരെ മോശമായിരുന്നു, ഒരിക്കലും നന്നാവാൻ അയാൾക്ക് സാഹചര്യം കിട്ടിയില്ല, വലിയ തെറ്റൊക്കെ ചെയ്തു, അവസാനം ഒരു സമയത്ത് പടച്ചോൻ ഒറ്റപ്പെടുത്തും കൊടുക്കും. അങ്ങനെയില്ലേ? കേക്കൂ വഹ്ശി. എന്താ ഉണ്ടായിരിക്കണേ? വഹ്ശി. എന്തേ അങ്ങനെ പറഞ്ഞത്? റളിയല്ലാഹു അൻഹു,
ആരാ വഹ്ശി? വലിയ കൊലപാതകിയല്ലേ വഹ്ശി? പുണ്യനബിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ കൊലപാതകത്തിന്റെ ഉത്തരവാദിയല്ലേ വഹ്ശി? അല്ലേ അല്ലേ? അഷ്റഫുൽ ഖൽഖ് പിന്നെ പോലും പറയാറുണ്ട്, വഹ്ശി എന്റെ മുമ്പിൽ നടന്നു വരുമ്പോ എന്റെ ഹംസയെ ഞാൻ ഓർത്തു പോകാറുണ്ട് വഹ്ശി, അതുകൊണ്ട് പലപ്പോഴും എന്റെ നേരെ വരാൻ സൂക്ഷിച്ചേക്കണേ എന്ന് പുണ്യ റസൂൽ. വേദന ആരുടെ വേദന? തന്റെ പ്രിയപ്പെട്ട പിതൃവ്യന്റെ വേദന. കരൽ ചവച്ചു തുപ്പപ്പെട്ട പിതൃവ്യന്റെ ഓർമ്മ കരൽ തുപ്പാൻ ആവശ്യമാകുന്ന വിധം ചാട്ടുളി കൊണ്ട് മഹാനായ ഹംസയെ കൊന്നത് വഹ്ശിയാണ്. ഘാതകനായ വഹ്ശി, അപരാധിയായ വഹ്ശി. പക്ഷെ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലെത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, വഹ്ശിക്ക് മാപ്പുണ്ടാകുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇസ്ലാമിൽ വന്നാൽ വഹ്ശിക്കും മാപ്പുണ്ടാകും എന്ന് പുണ്യനബി പറയുമ്പോൾ പോലും വഹ്ശി സമാധാന ചിത്തനാകാതെ നിന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചു കൊടുത്തൊരായത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. നബിയെ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു, തെറ്റു ചെയ്തവർ. എങ്ങനെ തെറ്റു ചെയ്തവർ? ഇസ്റാഫ് ചെയ്തവർ, അതായത് അതിക്രമിച്ചു തെറ്റു ചെയ്തവർ. അങ്ങനെ ചെയ്ത എന്റെ അടിമകളെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ എന്ന ആയത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന് വിതുമ്പി കരഞ്ഞിട്ട് സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ സയ്യിദുനാ വഹ്ശി എന്ന മഹാനുഭാവൻ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോ അടുത്തുനിന്ന് സ്വഹാബാക്കൾ പുണ്യ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഇത് വഹ്ശിക്ക് മാത്രം ഉള്ളതോ അതോ ഉമ്മത്തിന് മുഴുക്കെ ഉള്ളതോ? ഉമ്മത്തിന് എല്ലാവർക്കും ഉള്ളതാണോ ഈ ആയത്ത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, എല്ലാവർക്കും ഉണ്ട്. എത്ര തെറ്റ് ചെയ്താലും ഉടമസ്ഥൻ പൊറുക്കാൻ മാത്രം അള്ളാഹു വലിപ്പമുള്ളവനാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളെ പൊറുക്കട്ടെ. ഞാൻ പറഞ്ഞത്, ആ വഹ്ശിയെ അള്ളാഹു സ്വീകരിച്ചു. കൊലപാതകിയായ വഹ്ശിയെ, അപരാധിയായ വഹ്ശിയെ. അതേസമയം സ്വഹാബത്തിന്റെ കൂടെ നടന്ന ചില ആളുകളുണ്ട്, സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച ആളുകളുണ്ട്. പക്ഷേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുക്മ്, അവിടുത്തെ വിധികൽപ്പനകൾ സ്വീകരിക്കാതെ പോയവരെ പടച്ചതമ്പുരാൻ തന്നെ പറഞ്ഞു, അങ്ങനെ പോയവനെ നുവല്ലീമാ തവല്ല, അവനെ പോയയിടത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവസാനം നരകത്തിലേക്ക് അങ്ങ് ചേർക്കും. അവിടെ അല്ലാഹ് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വെളിച്ചം കിട്ടിയിട്ട്. വെളിച്ചം. അമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, എന്നിട്ട് മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വഴി സ്വീകരിച്ച. നമ്മളിപ്പോ പണി എന്താ? ഞാനിപ്പോ പറഞ്ഞു വരുന്നു, അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗങ്ങൾ റമദാനിന് ശേഷം തുടങ്ങാൻ പോകണം നമ്മൾ ഓരോന്നിലും, അല്ലെ? മുഅ്മിനീങ്ങളുടെ വഴിയല്ല നമ്മൾ സ്വീകരിക്കാം. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി. മുഅ്മിനീങ്ങളുടെ വഴി ഏതാ? മുഅ്മിനീങ്ങളുടെ വഴി പോകാനാണ് നിരന്തരം ദ്വാരക്കണത്. പക്ഷേ നമ്മൾ പോണത് അങ്ങടല്ല. അപ്പൊ ആമീൻ വല്ലാതൊന്നും ആവണില്ല എന്നല്ലേ അർത്ഥം. നോക്കൂ നിങ്ങൾ, എന്താ ദുആ ചെയ്യുന്നത്? എന്താ ദ്വാരക്കണത്? എന്താ ഓരോ റക്അത്തിലും ദ്വാരക്കുന്നത്? എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മുഅ്മിനീങ്ങളുടെ മാർഗത്തിലൂടെ പടച്ചവനെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. ഇവിടെ എന്താ ഉള്ളത്? മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം. മുഅ്മിനീങ്ങൾ ഒരു സംഘമാകണം, മുഅ്മിനീങ്ങൾ ഒരു സംഘടനയാകണം, മുഅ്മിനീങ്ങൾ അങ്ങനെ കൂട്ടായി നിൽക്കണം. മുഅ്മിനീങ്ങളുടെ വഴി അല്ലാത്ത വഴിയിൽ ഒരാൾ ഒറ്റപ്പെട്ടാൽ അവൻ നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിക്ക് നാം അങ്ങ് കൊണ്ടുപോകും. അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നല്ല അല്ലാഹ് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. നുവല്ലിഹി മാ തവല്ല, അവൻ ഏറ്റെടുത്ത മാർഗത്തിലൂടെ, അവൻ തിരിഞ്ഞു നടന്ന മാർഗത്തിലൂടെ നാം അവനെ കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? വനുസ്ലിഹി ജഹന്നമ, നരകത്തിലേക്ക് നാം അവനെ അങ്ങ് ചേർത്ത് വെക്കും. വസഅത്ത് മസീറ, എത്ര മോശാണ് ആ സ്ഥലം, എത്ര മോശാണ്. എപ്പോ? വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ കൂട്ടാൻ, മുഅ്മിനീങ്ങളുടെ സംസ്കാരം കൂട്ടാൻ, മുഅ്മിനീങ്ങളുടെ രീതികൾ കൂട്ടാൻ. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ
മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അഇമ്മത്തിന്റെ അഭിപ്രായത്തിന്റെ ഏകോപിതമായ തീരുമാനങ്ങൾ മുഅ്മിനീങ്ങൾ അംഗീകരിക്കുക എന്നത് നിർബന്ധമാണ് എന്ന്, അതായത് ഇജ്മാഉൽ അഇമ്മ, ഇജ്മാഉൽ ഉമ്മ, ഉമ്മത്തിന്റെ ഈ ഇജ്മാ അത് നിർബന്ധമായും സ്വീകരിക്കണമെന്ന് ഏതായത്താണ് പറഞ്ഞത് എന്നൊരിക്കൽ ഇമാം ഷാഫി തങ്ങളോട് ചോദിക്കപ്പെട്ടു റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ മറുപടി 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തിട്ടാണെന്നാണ്. ഇമാം റാസി റഹ്മഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നത് 300 വട്ടം ഇമാം ഷാഫി ഇങ്ങനെ ഓതി. 300 വട്ടം, ഒറ്റ വട്ടം ഓതാൻ കഴിയാത്തവനാണ് ഇമാം ഷാഫിനെ വെല്ലുവിളിക്കാൻ പോണത്. ഹമുക്ക് അല്ലേ ഇമാം ഷാഫി ആരാ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത് അതിൽ നിന്ന് അവസാനം പറഞ്ഞു, ഇതാണ് ആയത്ത്, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കൊരു വഴിയുണ്ട്, മുഅ്മിനല്ലാത്തവന്റെ വഴിയിൽ പോയാൽ, മുഅ്മിനല്ലാത്തവന്റെ വഴി സ്വീകരിച്ചാൽ അവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിയെ തന്നെ കൊണ്ടുപോവുകയും നരകത്തിലേക്ക് അവനെ ചേർക്കുകയും ചെയ്യും. അപ്പോ മുഅ്മിനീങ്ങൾ ഏകോപിതമായ ഒരു കാര്യം പറഞ്ഞാൽ തീർച്ചയായും അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. ഇജ്മാഉൽ അഇമ്മ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെയെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ഒരു ചെറിയ കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അപ്പുറത്തേക്ക് പോയവനോടാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത്. കടക്കാണെങ്കിൽ വേഗം നന്നായിട്ട് പൂർണ്ണമായി കടന്നോളൂ, ആരും വേറെങ്ങും പോകേണ്ടതില്ല. ഇതെവിടെ നന്നായിട്ടെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു സലാം, എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ടുള്ള കാര്യം, വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളുടെ കൂടെ കുറെ ആളുകളും ജൂതമതത്തിൽ നിന്ന് പോന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം ജൂതവേദഗ്രന്ഥത്തിൽ പണ്ഡിതനും കൂടിയായിരുന്നു. വേദപണ്ഡിതനായ ഈ മഹാനുഭാവൻ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷവും ഒട്ടകത്തിന്റെ മാംസം തിന്നാതിരിക്കുക പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജൂത സംസ്കാരത്തിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു പോരാൻ കഴിയാത്ത മനസ്സുണ്ടായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, അവരാ സംസ്കാരത്തിൽ നിന്ന് പൂർണ്ണമായി പോന്നേ പറ്റൂ. അവിടെ നിങ്ങടെ എല്ലാത്തിലും എന്ത് വേണം? ദീനിന്റെ സംസ്കാരം, മുഅ്മിനീങ്ങളുടെ സംസ്കാരം. ഇത് റമദാൻ കഴിയുമ്പോൾ വിട്ടുപോകേണ്ട ഒരു സംഭവമല്ല. റമദാൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ സഹോദരന്മാരെ, അതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങളെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത്. പുണ്യനബി ഇങ്ങനെ തന്നെ പറഞ്ഞു, ചില ആളുകൾ അവസാന കാലം വരാനുണ്ട്, അവരുടെ പ്രത്യേകത എന്തെന്നറിയോ? അവർ വലിയ വലിയ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യും, അവർ കണ്ട പള്ളിയിലൊക്കെ സുജൂദിനുണ്ടാകും. സകല ഉസ്താദുമാരുടെയും ഞാൻ അത് ചേർത്ത് വെക്കാണ്, അതായത് സകല പള്ളിയിലും അവരുണ്ടാകും. പക്ഷേ നിസാഉഹും, അവരുടെ പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? കാസിയാത്തുൻ നഗ്നരോ അല്ലെങ്കിൽ ആരിയാത്തുൻ. കാസിയാത്തുൻ നേർത്ത വസ്ത്രധാരണികളോ, ആരിയാത്തുൻ നഗ്നരോ ആയിരിക്കും. അവരുടെ തലകളിൽ ഇങ്ങനെ പൂഞ്ഞക്കെട്ടുകൾ ഒട്ടകം പോലെ, ഒട്ടകത്തിന്റെ പൂഞ്ഞക്കെട്ട് പോലെ പൊന്തി നിൽക്കുന്നുണ്ടാകും. പുണ്യനബി പറയുന്നു, അങ്ങനെ ഒരു പറ്റം പുരുഷന്മാർ വരുമെന്ന് മുഹമ്മദ് നബി. അതെ, ഇർക്കബൂന അലസ്സുറുജ് റസൂലുള്ള പറഞ്ഞതാണ്. മൂല്യാമര കൂടാണ് കൂന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ, അത് അതിൽപ്പെട്ടല്ല. എന്നാലും സംഭവം ഇങ്ങനെയും കൂടി ചേർക്കുക. അതായത് ഈ എല്ലാ പള്ളിയിലും ഉണ്ടാവും, എല്ലാ വാഹനത്തിന്റെയും വലിപ്പമൊക്കെ അവർക്കുണ്ടാവും. പക്ഷെ വീട്ടിൽ എന്താ അവസ്ഥ എന്നറിയോ? ആ മറ്റേ സാധനം ഉണ്ടല്ലോ, കുടിച്ച ലെഗിനൊക്കെ ഇട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ തിരിച്ചു നടക്കുന്നുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം വീട്ടിൽ ചെന്നാൽ നേരെ അലമാരയിൽ പോയിട്ട് സകല ലെഗിനെടുത്തിട്ട് കത്തിക്കാതെ ഇന്ന് ഈ രാത്രി നിങ്ങൾ കിടന്നുറങ്ങി. പറ്റോ? ആർക്കാ ഒന്ന് കൈവെക്കാൻ പറ്റിയ ധൈര്യമുണ്ടോ? മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളിൽ കുറെ ആൺകുട്ടികളുമാണ്. എന്താ ആൺകുട്ടികളുടെ പ്രത്യേകത? സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അല്ലാഹുമായി അവർ ചെയ്ത കരാർ പൂർത്തീകരിക്കും. കരാർ പൂർത്തീകരിക്കും. എന്താണ് നടക്കുന്നത്? നമ്മുടെ സ്ത്രീകൾ, അതായത് ഭർത്താവിന്റെ വീട്ടിലെ അകത്തെ ഭർത്താവിരിക്കുന്ന റൂമിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പോലും നമ്മുടെ പഴയകാലങ്ങളിൽ നമ്മുടെ പെണ്ണുങ്ങൾ ധരിക്കാത്ത ഈ നിശാവസ്ത്രം റോട്ടിൽ നടക്കുക. റോട്ടിൽ എന്നിട്ടാ ബലാത്സംഗം മണ്ണാങ്കട്ടാന്ന് പറഞ്ഞു. ഇതിന്റെയൊക്കെ കാരണം എന്താ?
പീഡനം പോലും മൃഗമാക്കി മാറ്റുന്ന വിധം, മനുഷ്യനെ മൃഗമാക്കുന്ന വിധം പെണ്ണ് അധപതിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അതിലും വലിയൊരു സൈക്കോളജിസ്റ്റോ ഒരു സയന്റിസ്റ്റോ നമുക്ക് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരണ്ടില്ല. ഹബീബ് പറയുന്നു, ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഇസ്തശ്റഫഹ ശൈത്താനു, പെണ്ണ് പുറത്തിറങ്ങിയാൽ ശൈത്താൻ അവളെ സുന്ദരിയാക്കും. ഇസ്തശ്റഫഹ, അവളെ ശൈത്താൻ സുന്ദരിയാക്കും. സാമാന്യ തോതിലാ പറഞ്ഞത്, ലെഗിനിട്ട പെണ്ണല്ല സംഭവം. സാധാരണ പെണ്ണിറങ്ങിയാൽ ഇസ്തശ്റഫഹ, ശൈത്താൻ അവളെ എന്താക്കും? സുന്ദരിയാക്കും. ഈ സങ്കലനം ശൈത്താന്റെ ഉറവിടവും ശൈത്താന്റെ ഇടവുമാണെന്ന് മുഹമ്മദ് റസൂൽ. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ ബിശൈത്താനിൻ, പെണ്ണും ആണും ഒരുമിച്ചിട്ടുണ്ടോ അവിടെ ശൈത്താൻ മൂന്നാമനാകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറ, നമ്മുടെ മക്കളെ സ്കൂളിൽ ഇട്ടോ. ഈ പുതിയ കാലത്തിന് അതൊന്നും പറയാതെ രക്ഷയില്ലല്ലോ, കോളേജിലും വിട് പോട്ടെ. പക്ഷേ ഈ നിവൃത്തിയില്ലാത്ത കാലത്ത് ലെഗിനിടണമെന്ന് ആരെങ്കിലും നിവർത്തിപ്പിച്ചോ? ഉണ്ടോ? നിങ്ങൾ എന്ത് ലൈലത്തുൽ ഖദറിന്റെ മുമ്പിലേക്കാ പോണത്? നിങ്ങൾ എന്ത് വിശ്വാസത്തിന്റെ വർത്തമാനാ പറയണത്? നിങ്ങൾ എന്ത് പള്ളിയാ ഭരിക്കണത്? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ എന്ത് തലയെക്കെട്ടാ കിട്ടിയിട്ടുള്ളത്? ഈ പെണ്ണിനെ ശുദ്ധീകരിക്കാനുള്ള ആണത്വമില്ലെങ്കിൽ, അതിനുള്ള ആൺകുട്ടി ജീവിക്കുന്നില്ലെങ്കിൽ, വിശുദ്ധ ഖുർആൻ റിജാലുൻ, നിങ്ങൾ പറയാം ആൺകുട്ടികൾ വേണം. ആൺകുട്ടികൾ എന്തായാലും തകരാറ്? ആരായതിന് തടസ്സം? വീട്ടിലെ പെണ്ണുങ്ങളെ നേരെയാക്കാൻ കഴിയാത്ത ആണിന് പിന്നെ ആണത്വം എന്ന് പറഞ്ഞു നടക്കാൻ എന്തധികാരം? എന്താ അത് ഗൗരവത്തോടെ കാണാത്തത്? നമ്മുടെ വീട്ടിലാണ് ഞാൻ പറയുന്നത്. ഇതാരും ഒഴിവല്ല. ഇന്ന് ഇത് വല്ലാതെ കൂടി സ്ത്രീകളുടെ ഈ ആഭാസകരമായ ഈ കടന്നുകയറ്റത്തെ തടഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഉമ്മത്ത് നശിച്ചു പോകും. ഒരു സംശയം വേണ്ട, നശിച്ചു പോകും. സംശയം വേണ്ട. എന്താണ് നടക്കുന്നത് ഇന്ന്? അതായത് ഇഫ്താറിന് ലെഗിനിട്ട പെണ്ണാണ് വിളമ്പണത്. എങ്ങനെ സഹിക്കേണ്ടി വരും ഇതൊക്കെ? എന്ത് ഇഫ്താർ? നിങ്ങൾ ആലോചിച്ചോക്കെ. ഇഫ്താറിന്, കല്യാണത്തിന്, നിക്കാഹിന് ഈവന്റ് മാനേജ്മെന്റ് ആണ് പോലും. എന്ത് ഈവന്റ് മാനേജ്മെന്റ്? എന്താ നിനക്ക് കയ്യും കാലുമില്ലേ? അല്ലെങ്കിൽ നിന്റെ കൂട്ടത്തിലെ ആണുങ്ങളില്ലേ? ഈവന്റ് മാനേജ്മെന്റിന് കുറെ ഹാളിലേക്ക് പെണ്ണുങ്ങളെ നിർത്തി മുസ്ലിയാരെ ഖത്തീബിനെ നിക്കാഹിന്റെ ഖുത്ബക്ക് ക്ഷണിക്കലാരാന്നറിയോ? ഈവന്റ് മാനേജ്മെന്റിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് പുരട്ടി നിൽക്കണ പെണ്ണ. സുബ്ഹാനല്ലാഹ്. ഇത് അതിന്റെ ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് വന്നാൽ മലബാറിലെ മുസ്ലിങ്ങൾ ഇസ്ലാമിക സംസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെയും സാദാത്യങ്ങളുടെയും ഉലമാഇന്റെയും സാന്നിധ്യത്താൽ ഇങ്ങനെ സ്ഥാപിച്ചുണ്ടാക്കിയ പണിതുണ്ടാക്കിയ മലബാർ ഇസ്ലാമിക സമുച്ചയം തകർന്നു തരിപ്പണമാകും. ഒരു സംശയം വേണ്ട. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾക്ക് നിശ്ചയം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ വീട്ടിലെ എന്റെ പെൺകുട്ടികളെ നന്നാക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിക്കോ? എന്റെ ഭാര്യ അനിസ്ലാമിക വേഷവിധാനവുമായി പുറത്തിറങ്ങുന്നത് ഞാൻ സമ്മതിക്കൂല എന്ന് പറയാൻ, എന്റെ പെൺകുട്ടി ലെഗിനിട്ടിനി മേലിൽ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയാൻ, ഇല്ലെങ്കിൽ ഈ ഉമ്മത്ത് നശിക്കും. കെട്ടിവച്ചു. ഞാൻ നിർബന്ധപൂർവ്വം പറയുന്നു, ഈ ഉമ്മത്ത് നശിക്കും. ഒരു സംശയവും വേണ്ട. ഈവൻ മാനേജ്മെന്റുകളുടെ പേരിൽ ഈ സമുദായത്തിൽ ഇപ്പോ നടക്കുന്നത് ആഭാസങ്ങളാണ്. ആഭാസങ്ങൾ. ചിലരെന്നിട്ടൊരു എക്സ്ക്യൂസ് പറയാറുണ്ട്, ഉസ്താദേ ഈവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാർ പറഞ്ഞപ്പോ പിന്നെ എന്താ ചെയ്യാ, കല്യാണം അല്ലേ? എന്ത് മലക്ക് വരോ? അവിടെ മലക്ക് വരോ? തനസ്സലുൽ മലായികത്തു വറൂഹു. ഈ ആയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ മലക്ക് വരോ നമ്മുടെ മുമ്പിൽ? മലക്കിന് എങ്ങനെ വരാൻ കഴിയും? നിങ്ങൾ ആലോചിക്കുന്നു അല്ലേ? കല്യാണത്തിന്റെ സദസ്സ് എത്ര വൃത്തികേടിലാക്കാൻ. നടക്കൂല എന്ന് പറയരുത് എന്നോട്. ഞാൻ ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഖബ്ബലല്ലാഹു ഉംറഹു ബിൽ ആഫിയ വസ്സലാമ തങ്ങളോടൊപ്പം സിയാൽ, അതായത് കൊച്ചിയിലെ എയർപോർട്ടിലെ ഹാളിൽ ഒരു കല്യാണത്തിന് പോയി. അവിടെ ചെന്നപ്പോ എന്റെ കാലൊന്ന് തട്ടി. അപ്പോ അവിടുത്തെ ഈ ഈവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്നോട് പറയാൻ, മൂപ്പര് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു മറക്കണോ. എന്താ ചെയ്യാലേ? ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. ഏത് മറ? ആണും പെണ്ണും കൂടുന്നോടത്ത് വളരെ കൃത്യമായി മറച്ചു. ചില ഹാളിലൊക്കെ മറക്കാൻ ചെല്ലുമ്പോഴേക്കും ഒച്ചപ്പാട്. ഞാൻ എന്റെ സഹോദരനായ ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം, ഇത് മാതൃകയാണ്, ഇത് മാതൃകയാക്കണം.
സമ്പത്തിന്റെ പേരിൽ അള്ളാഹുവിനെ മറക്കരുത്. ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഇത് നല്ല മാതൃകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ് വലിയ പ്രശ്നമായിരുന്നു, കുടുംബത്തിൽ വലിയ കലാപം, പെണ്ണുങ്ങളാണ് പ്രശ്നം. അവരിങ്ങനെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ നിക്കാഹ്. ഒറ്റ ആളെ കാണിച്ചില്ല, നല്ലോണം മറിച്ചു ഫുള്ള്. ഒറ്റ പെണ്ണ് പുറത്തു കണ്ടില്ല. എന്താ നമുക്ക് പറ്റൂലാന്ന, സമ്പന്നർക്ക് പറ്റൂലാന്ന, പാവപ്പെട്ടവന് പറ്റൂലാന്ന, ആർജവത്തിനെ പറ്റൂ. ആരാ വേണ്ടത്? ആണുങ്ങൾ. നമ്മൾ ആണാണോ എന്ന് ഇന്ന് നിശ്ചയിക്കണം. ആണാണോ? ലൈലത്തുൽ ഖദറൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് ലൈലത്തുൽ ഖദറിലേക്ക് മലക്കിറങ്ങാൻ, അതായത് ഹൃദയത്തിലേക്ക് മലക്കെത്താൻ. അതെ, സലാമുള്ള ഹൃദയം, സലാമത്തുള്ള ഹൃദയം. ഖരീനുൻ, അവിടെ ആരാ? മലക്കാണ്, കൂട്ടുകാരൻ. അങ്ങനെ എത്തണമെങ്കിൽ നല്ല മനുഷ്യനാകണം, നല്ല മനുഷ്യനാകണം. അതിന് കുടുംബം നന്നാക്കണം. ഞാൻ എന്റെ എല്ലാ ഹൃദയവേദനയോടും കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ഈ നന്മയെല്ലാം നശിപ്പിച്ചു കളയുന്ന വിധം നമ്മുടെ പെൺകുട്ടികളെ ഇങ്ങനെ ലെഗിനിട്ട് റോട്ടിലൂടെ നടത്തരുത്. കോളേജിലേക്ക് വിടുമ്പോ അതിനുശേഷം പിന്നെ പീഡനത്തിന്റെ കഥ പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. പൊന്നുമക്കളെ, അവരെ അള്ളാഹുവിന്റെ ദീൻ എന്ത് പഠിപ്പിച്ചുവോ ആ മാർഗത്തിൽ തന്നെ ജീവിപ്പിക്കുക. ഒരൊറ്റ കുട്ടിയും നമ്മളെ ചോദ്യം ചെയ്യൂല. ഈ പള്ളിയിൽ നിന്ന് ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൃത്യമായ നിയമരേഖകളെ മുഴുവനും കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ തന്നെ പറയട്ടെ, നാം നമ്മുടെ സംസ്കാരത്തിൽ ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ ഇന്ത്യയുടെ ഭരണഘടന അനുവദിച്ചു തരുന്നില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന, എന്റെ മോളെ പർദ്ദടിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ മേൽ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ ഒരധികാരവും ഇന്ത്യ മഹാരാജ്യം കൊടുക്കില്ല. എന്റെ മോളെ ഞാൻ തന്നെ ഇടണം, പർദ്ദ ധരിക്കണം. എന്തു വൃത്തികെട്ട! ഈ പർദ്ദയാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. പർദ്ദ അതേപോലെ ലഗ്ഗിനാവാണ് അല്ലേ? ഇസ്ലാം പറഞ്ഞ പ്രകാരമുള്ള വേഷം. ഞാൻ അതിനൊരു പേരും പറയില്ല. പക്ഷെ ഏതായാലും ലഗ്ഗിൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. സഹോദരന്മാരെ, എന്താ ലഗ്ഗിൻ? ഞാൻ പറഞ്ഞു, ലഗ്ഗിൻ എന്താന്ന് മനസ്സിലായോ? അറിയോ? ആ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഈ ഭൂമിയിലല്ലേ? ഇപ്പൊ ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ചോദിച്ചാൽ മതി. ഒരു ചുരിദാർ എടുക്കണം. അപ്പൊ കുറച്ച് ഇടവും മണ്ണൊക്കെ ഉള്ള ഒരു ചുരിദാർ കിട്ടും. അതിന്റെ ഇവിടെ പിന്നെന്താ ഉള്ളത്? ലഗ്ഗിൻ. എന്താ സാധനം? അതിങ്ങനെ വലിച്ച് കേറ്റിട്ടാലേ അപ്പൊ എന്താ ഉണ്ടാവാ? ഈ പെണ്ണിന്റെ കൊട മുഴുവൻ ഇങ്ങനെ ആ സാധനത്തിന് കണ്ടോ? അതിനാണ് എന്ത്? ലെഗ് ഇൻ. ലെഗ് ഇൻ. അതാണെന്ത്? ലഗ്ഗിൻ. മനസ്സിലായി? ഇത് ഇട്ടിട്ടല്ലാതെ നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിലോ കോളേജിലോ പോകുന്നില്ലെന്ന് വന്നാൽ നമ്മൾ ആരോട് സമാധാനം പറയണം? ഏത് സലാമത്തിന്റെ മലക്കിന്റെ ആവിർഭാവമാണ് നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാവുക? ഏത് അന്യന്റെ സംസ്കാരത്തിന്റെ പിന്നാലെ പോകണമെന്ന് ആരാ നമ്മളെ ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നത്? ആരാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെ അന്യന്റെ പിന്നാലെ പോയി അവസാനം ചാണിന് മുഴത്തിന് നിങ്ങൾ അവരുടെ കൂടെ കൂടി ഒടുക്കം അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ പൊത്തിലേക്ക് കയറിയാൽ നിങ്ങളും കയറുമെന്ന് മുഹമ്മദ് നബി ആണ്. ലെഗിനിടാന്ന് പറഞ്ഞാൽ ഒരുതരം ഉടുമ്പിന്റെ പൊത്തി കയറുന്ന വഴിയാണ്. എന്തറിയോ? മര്യാദക്ക് കാൽമിടാനോ അല്ലെങ്കിൽ ഇടാനോ കഴിയുന്ന ഡ്രസ്സ് ഉപയോഗിക്കാതെ ഇതിങ്ങനെ അടിച്ച് വലിച്ച് കയറ്റിയിടണമെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറുണ്ടാവണം. സമയമായോ അല്ലേ? എത്ര ഇടങ്ങേറാവണം? അപ്പെന്താ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള ജനതയുടെ സുന്നത്തുകളുടെ പിന്നാലെ നിങ്ങൾ തുടരും. ഈ മനുഷ്യൻ പറയാത്തതൊന്നുമില്ല. സ്വദഖ റസൂലുള്ളാഹ്, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ സുന്നത്തുകളുടെ പിന്നാലെ പോകും. അതെങ്ങനെ പോകും? ശിബ്റൻ ബിശിബ്രിൻ, ഓരോ ചാണിനു ചാണായി, ലാഅംബിലായി, മുഴത്തിന് മുഴമായി നിങ്ങൾ അങ്ങനെ പിന്നാലെ കൂടും. എന്നിട്ട് ഹത്താലോ ദഖലൂ ജുഹറ ലബ്ബിൻ, ഒരു ഉടുമ്പിന്റെ പൊത്തിലേക്ക് അവർ കയറിയാൽ ഫസലക്തുമൂ, നിങ്ങൾ അങ്ങോട്ട് കയറും. നിങ്ങളും കയറും.
ഉടുമ്പിന്റെ പൊത്തിൽ എന്തിനാ കേറിയെന്ന് ആരോടും ചോദിക്കൂല. കേറും. എന്താ കാര്യം? ആരാ കയറിയത്? സയ്യിദുനാ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അല്ല അല്ലാഹുവിന്റെ റസൂലേ, ആരാ മുൻഗാമി? അൽ യഹൂദ വന്നസാറാ യാ റസൂലല്ലാഹ്. ജൂത ക്രൈസ്തവരോ? ആരാ മുൻഗാമി? നബി ചോദിച്ചു. തുമ്മമൻ, പിന്നെ ആരെയാ ഞാൻ പറഞ്ഞിരേണ്ടത്? പിന്നെ ഞാൻ ആരെയാ പറഞ്ഞു തരേണ്ടത്? എവിടെയോ ഇരുന്ന് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ് ഡിസൈനർ, നിന്റെ പെൺകുട്ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് ഏതോ ഒരു ജൂതന്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിയിൽ ഉദിക്കുന്ന ഈ ഡ്രസ് നീ ഇട്ടില്ലെങ്കിൽ, നിന്റെ പെണ്ണിന് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ, നിന്റെ പെൺകുട്ടി അത് ധരിച്ചിട്ടില്ലെങ്കിൽ മോശമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സാമൂഹിക ഘടന നിർമ്മിച്ചുണ്ടാക്കുന്നത് ഇതേ ജൂതനും ഇതേ ക്രൈസ്തവനും തന്നെ. അവൻ പറയും കണക്കേടാണ്, പ്രാകൃതമാണ്, എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ളതാണ്. അറിഞ്ഞോട്ടെ, എത്രയോ നൂറ്റാണ്ട് മുമ്പുള്ള മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെന്തിനാ? ആ മരുക്കാട്ടിലെ അറബിയാണ് ലോക ചരിത്രത്തിലെമ്പാടും സംസ്കൃതിയുടെ പ്രഭവങ്ങൾ സൃഷ്ടിച്ചെടുത്തത് എന്നത് ആരാ പറഞ്ഞു തരാത്തത്? ആ മരുക്കാട്ടിലെ അറബി. രണ്ട് അസ്വദുകൾ എന്ന് പറയുന്ന വിധം അസ്വദൈനി എന്ന് ആയിഷാ ബീവി പറഞ്ഞ പ്രകാരം വെള്ളം കൊണ്ടും കാരക്ക് കൊണ്ടും തന്റെ ജീവിതത്തെ വിശപ്പിനെ മാറ്റിയ മുഹമ്മദ് റസൂൽ, വിശപ്പ് അലങ്കാരമാക്കിയ മുഹമ്മദ് നബി, വിശപ്പ് അലങ്കാരമായിരുന്ന മുഹമ്മദ് റസൂൽ. അതെ, ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട സഹാബിയോടൊപ്പം ചെന്ന് നിൽക്കുമ്പോ ഫാത്തിമ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയെ, വാപ്പാ ഇപ്പോ ഇങ്ങോട്ട് കടക്കരുത്. ഫാത്തിമ പൂർണ്ണമായി ശരീരം മറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, കയ്യിൽ അങ്ങനെ വസ്ത്രം ധരിക്കാനുള്ള വസ്ത്രമില്ല എന്ന് വാപ്പയോട്. അപ്പോ പുണ്യനബി അവിടുത്തെ ഉത്തരീയം എടുത്തെറിഞ്ഞിട്ട് ഫാത്തിമ എല്ലാം മറച്ചോളൂ എന്ന് പറയാൻ സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഹബീബ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ, മോളെ ഇന്ന് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുമ്പോ, ദിവസങ്ങളായി ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ടെന്ന് ഉപ്പയുടെ മുമ്പിൽ കരഞ്ഞു പറയുമ്പോ അസ്റഫുൽ ഖൽഖ് പറയുന്നുണ്ട്, മോളെ നീ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, വാപ്പ കുറെ ദിവസങ്ങളായി പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് ഫാത്തിമ നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, സ്വർഗത്തിൽ സ്വർഗീയ പെണ്ണുങ്ങളുടെ കൂടെ നീയാണ് നേതാവിന്റെ ഫാത്തിമ എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിക്കാരുടെ നേതാവേ മുഹമ്മദ്. അതെ, ആ മുഹമ്മദ് നബിയുടെ സംസ്കാരം മതി നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം അതിശയിച്ച മഹാനുഭാവൻ അല്ലേ? ആ മനുഷ്യനെ കുറിച്ച് പറയാത്താറുള്ളത്, ആ സംസ്കാരത്തെ കുറിച്ച് പറയാത്താറുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജി ദ കമ്മിങ് ഓഫ് അറബ്സ് എന്ന പുസ്തകത്തിൽ ആ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദ സ്റ്റോറി ഓഫ് അറബ്സ് ആൻഡ് ഓഫ് ഹൗ ദേ സ്പ്രെഡ് റാപ്പിഡ്ലി ഓവർ ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആൻഡ് ഓഫ് ദെയർ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ വിച്ച് ദേ ഡെവലപ്ഡ് ഈസ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ഹിസ്റ്ററി. മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു അത്ഭുതം നടന്നിട്ടില്ല എന്നാണ് പണ്ഡിറ്റ് ജി. 6-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരു അറബി ഇമാതിരി അത്ഭുതം കാണിക്കുമെന്ന് അന്ന് പറഞ്ഞാൽ അതൊരു വലിയ അബദ്ധവും അതൊരു വലിയ വിഡ്ഢിത്തവുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു പോയി എന്ന് ലൈൻപൂൾ. ആളുകൾ ചരിത്രത്തെ ഇങ്ങനെ വായിച്ചിട്ട് അത്ഭുതപ്പെടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മൾ അതിനൊക്കെ ഇങ്ങനെ അകന്നു പോവാ, ഈ മനുഷ്യന്റെ സംസ്കാരം നാളെ ലോകം സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ബർനാൻ ഷാ. I have prophesied about the faith of Muhammad. It would be acceptable to the Europe of tomorrow as it is beginning to be acceptable to the Europe of today. എന്നാണ് ബർനാൻ ഷാ. ഞാൻ പറയാൻ പോവാണ്, ഞാൻ പ്രവചിക്കാണ്, ഈ മനുഷ്യന്റെ ഈ സന്ദേശം യൂറോപ്പ് സ്വീകരിച്ചു തുടങ്ങി, ഇനി സ്വീകരിക്കും. As it is acceptable to the Europe of today. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ അകന്നു പോകാൻ പെണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഒറ്റ ഹദീസിൽ അവസാനിപ്പിക്കാൻ ലാ യദ്ഖുലൂനൽ ജന്ന സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടക്കൂല 3 പേർ. ഒന്ന് മുദമ്മിനുൽ ഖംർ, പെരുങ്കള്ളുകുടിയൻ. മറ്റൊന്ന് ദയ്യൂസ്,
നബി തിരുമേനിയോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, ആരായി ദയ്യൂസ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ നിന്ന് ഒരു അന്യപുരുഷൻ എഴുന്നേറ്റ് വരുന്നത് കണ്ടാൽ അതൊരു പ്രശ്നമാക്കാത്തവന്റെ പേരാണ് ദയ്യൂസ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അഭിവന്ദനായ നായകൻ മഹാനായ പാണക്കാട് സയ്യിദ് നാസിർ ഹയ്യ തങ്ങൾ കോഴിക്കോട് ഖാലി ഈ സദസ്സിലേക്ക് സന്നിഹിതനാകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വരാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അള്ളാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പുണ്യമായ മജ്‌ലിസിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആക്ക് നേതൃത്വം നൽകാൻ എത്തുകയാണ്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എന്നിട്ട് വഴി കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അന്യപുരുഷനോട് ഒരു പ്രശ്നവുമാക്കാത്ത മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിക്കണം, നബി ആരായി ദയ്യൂസ് എന്ന്. കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് ആരൊന്നും ചോദിച്ചില്ല. മുദമ്മിനുൽ ഖംർ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. എന്താ കാര്യം വെച്ചാൽ അവര് കുടിച്ച് ജീവിച്ചൊരു കാലമുണ്ടല്ലോ, അല്ലേ? കള്ളു കുടിച്ചിട്ട് അവസാനം മരിക്കുമ്പോ പോയി ഖബറടക്കപ്പെടേണ്ട സ്ഥലം, മദ്യം ഇറ്റുവീഴാൻ കഴിയുന്ന മുന്തിരിവള്ളിയുടെ വേര് ഞങ്ങൾക്ക് താഴെ കിട്ടാവുന്ന വിധം ഖബറടക്കണമെന്ന് പ്രാർത്ഥിച്ച അറബി. അങ്ങനെ ദ്വാരന്നിരുന്നാലും ഇദാ മിത്തു ഫദ്ഫിന്നി അലാ ജംബി കിർമത്തിൻ തുറവ്വി ലാമി ബഅദ മൗതി ഉറൂഖഹ. മരിച്ചാൽ ഖബറടക്കേണ്ടത്, നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഖബറടക്കേണ്ടത് മുന്തിരിവള്ളിയുടെ കീഴിലാകണം. എന്നാ വേരിന്ന് ഇങ്ങനെ വരുന്ന വെള്ളവും കുടിച്ച് ജീവിക്കാലോ. കള്ളു കുടിച്ചില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് കള്ളുകുടിയെ കുറിച്ച് അവർക്കൊരു സംശയമില്ല, അവർക്ക് ആരാ. പക്ഷെ ഈ മുദമ്മിനുൽ ഖംർ പറഞ്ഞ അതേ റസൂൽ ദയ്യൂസ് എന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, ആരാ സ്വഹാബി, ആരാ നബിയെ ദയ്യൂസ്? അപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. ഭാര്യയുടെ കിടപ്പറയിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെയുള്ള കാലം വരും, അല്ലാഹു കാക്കട്ടെ. എന്നാൽ ആ ഹദീസിന്റെ വ്യാഖ്യാതാക്കളിൽ പ്രമുഖർ പറയുന്നു, സ്വന്തം പെണ്ണുങ്ങളെ മറ്റുള്ളവരെ കാണിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് നടക്കുന്നവനും ദയ്യൂസാണ്. അതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ സ്ത്രീയുടെ, തന്റെ ഭാര്യയുടെ, തന്റെ പെങ്ങളുടെ, തന്റെ മകളുടെ ശരീരത്തിന്റെ അഴകു കാണിക്കും വിധം നടക്കാൻ അനുവദിക്കുന്നവനും ദയ്യൂസ്. പിന്നെ പറഞ്ഞത് റജുലയാണ്, പുരുഷനെ പോലെ ആകുന്ന പെണ്ണ്. ഒരു സിഗരറ്റ് താടാന്ന് പറഞ്ഞ് പോക്കറ്റിന്റെ പിന്നെ ഇതിലൊക്കെ കൈയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന പെണ്ണ്. രഞ്ജിനി ഹരിദാസിന്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അമ്മാതിരി. ഈ പള്ളിയിൽ വെച്ച് പറയാൻ പാടില്ല, അമ്മാതിരി. റജുല, പുരുഷനാകാൻ വെമ്പുന്ന പെണ്ണ്. ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേ കടക്കൂലാന്ന് മുഹമ്മദ് നബി. ആ മൂന്ന് വിഭാഗവും സ്വർഗത്തിൽ കടക്കൂലാന്ന് സയ്യിദുനാ റസൂൽ. അതുകൊണ്ട് റമളാനിന്റെ പുണ്യം ടെക്സ്റ്റൈൽസ് പോകുമ്പോ ഞാൻ നിർത്തി പറഞ്ഞു തരുന്നു, ലെഗിൻ വാങ്ങരുത്. എന്ത് വാങ്ങരുത്?
ലെഗിൻ വാങ്ങരുത്. അവിടെ ചെന്നിട്ട് പറഞ്ഞ ഒരു സാധനം ഇപ്പൊ ആ ഉസ്താദ് പറഞ്ഞിരുന്നു, ലെഗിൻ എന്തൊരു സാധനം, അതെന്തായാലും വേണ്ടെന്ന് പറഞ്ഞേക്കാം. ഏത് ലെഗിൻ? പെണ്ണുങ്ങളോടും പറയാം ആ സാധനം വാങ്ങരുത്, അതിട്ട് പുറത്തിറങ്ങരുത്. അകത്തെന്താ ചെയ്തോ, ഹറാമല്ലാത്തവരെ കാണിക്കുന്നിടത്ത് കണ്ടോ, പക്ഷെ പുറത്തത് ഹറാമാണ്. 1% പോലും ഹലാലാക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. കാരണം സ്ത്രീയുടെ മാതല ശരീരത്തെ വിതുമ്പി നിർത്തുന്ന വിധം ശരീരത്തിൽ വസ്ത്രം ധരിക്കൽ ഹറാമു തന്നെ. അപ്പൊ ഈ സാധനം ഹറാമാണ്. അത് മാത്രല്ല, അതിന്റെ മുകളിലിട്ട സാധനമോ അത് ഇതിനെയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ വല്ലാതെ വെട്ടിയിടും. അപ്പൊ അതിങ്ങനെ പറക്കുമ്പോ പിന്നെ അങ്ങ് മുഴുവനെ നിന്നാ മതി, അത് മതി. ആ അവസ്ഥയിലാണ് നമ്മുടെ പെൺകുട്ടികൾ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറയുന്നു, നിങ്ങൾ ആരും പേടിക്കണ്ട. നമ്മുടെ സംസ്കാരം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ട്. ഒരു വിളക്കും കൊളുത്തണ്ട, നന്നായി ജീവിച്ചോളൂ. വിളക്കും കൊളുത്തണ്ട. അവിടെ വിളക്ക് ആദ്യം ആരോ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ ആ മക്കുബറയിൽ നിന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞ റെലിക്സ്. ഞാൻ പണ്ട് പറഞ്ഞോ, ഓർമ്മയുണ്ടപ്പോ? റെലിക്സുകൾ നിന്നോട്ടെ എന്ന് പറഞ്ഞെന്താ, അതവിടെ പണ്ട് അങ്ങനെ കത്തിച്ചതും അവിടെ ഇരുന്നതാണ്. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഒരു പരിപാടി തുടങ്ങാൻ തേങ്ങ കൊടുക്കണ പോലെ വിളക്കും കൊളുത്താൻ വേണ്ടി ആര് പറഞ്ഞാലും കേൾക്കാൻ നാം ബാധ്യസ്ഥരേ അല്ല. ഇനി അതിൽ വേറെ മസലയൊന്നും പറയണ്ട. മസല പറഞ്ഞാൽ ഒരുപാട് പറയും. വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിനും മസല ഉണ്ടാക്കാം. പക്ഷേ ഇത് ഇന്ത്യ ഒരു പുതിയ ആപൽക്കരമായ രാഷ്ട്രീയ സന്ധിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ പേടിക്കണം. നീ ഉണ്ടാക്കുന്ന മസല നിന്റെ വിവരത്തിന്റെ അളവ് കൂട്ടും എന്ന് വരുത്തേക്കാം. പക്ഷെ ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യം അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകാൻ നാളെ രാഗി കെട്ടി സഹോദരനും സഹോദരിയും അടുക്കണമെന്ന് പറഞ്ഞ് ഓരോ സ്കൂളിലും കുട്ടികളെ കൊണ്ട് രാഗി കെട്ടിപ്പിക്കാൻ, രാഗി രക്ഷാബന്ധൻ വരെ ദേശീയമായി ആഘോഷമാക്കാൻ ഗവൺമെന്റ് ആലോചിച്ചു തുടങ്ങുന്ന കാലമാണ്. അപ്പോ വലിയ വ്യാഖ്യാനത്തിനൊന്നും പോണ്ട. എന്റെ ദീനിൽ ഇല്ലാത്തതാണെങ്കിൽ മാറ്റിവെച്ചിട്ട് ധൈര്യമായി പറയുക, ഇതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ്, എന്റെ മൗലിക അവകാശമാണ്. ഇത് സ്ഥാപിക്കാൻ, എന്റെ രാജ്യത്ത് ജീവിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് പറയാൻ തന്റെ ഇടമുണ്ടാവും. അതിലൊന്നും ആരെയും പേടിക്കണ്ട. If there is any minority culture, ഇവിടെ ന്യൂനപക്ഷ സംസ്കാരം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ രാജ്യം അവരുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഭരണഘടനയുടെ നാട്ടിൽ മുസ്ലിം, നീ ആർജവത്തോടെ മുസ്ലിമായി ജീവിക്കുക. പക്ഷെ ഒന്ന് ഞാൻ പറയാം, മുസ്ലിം അല്ലാതെ ജീവിച്ചതിന്റെ ഗതികേടാണ് സത്യത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ നിർത്തിയിട്ട് പറയാം. അതായത് ഞാൻ ഒറ്റ സംഭവം പറഞ്ഞു തീർക്കാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹ, ഞാൻ പലപ്പോഴും പല സദസ്സിലും പറഞ്ഞതാണ് ഈ സംഭവം. ഒരു കവാത്ത് കൊണ്ട് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ വിചാരിക്കരുതേ. ഒരു കവാത്തു അല്ല ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയത്. ചില കുട്ടികൾ ഇപ്പൊ അങ്ങോട്ട് പോകാൻ, ഏത് കവാത്ത് ഉണ്ടായിട്ട് നരേന്ദ്രമോദിനെ രക്ഷപ്പെടുത്തി, അതൊന്നുമില്ല. കവാത്ത് കൊണ്ട് ഈ സമുദായം നശിക്കുള്ളൂ. ഏത് കവാത്ത്? അഭ്യാസം കാണിച്ചിട്ട് നടക്കുമോ ഈ നാട്ടിൽ? അഭ്യാസമൊന്നും നടക്കണ്ട, അതിന്റെ ഒന്നും പേരിൽ ഈ സമുദായം രക്ഷപ്പെടില്ല. പക്ഷേ കണ്ണിയത്ത് ഉസ്താദിലൂടെ ജീവിക്കുക. ഞാൻ എന്തായാലും ഉദാഹരണം പറയാൻ, ഞാനൊരിക്കൽ ഈ സംസ്കൃത, അതായത് PG ചെയ്ത കാലത്ത് അന്ന് എന്റെ സീനിയർ ആയിരുന്ന ഒരു അധ്യാപകൻ, സുഹൃത്ത് അധ്യാപകനായി പഠിച്ച ഒരു സ്ഥലമുണ്ട് ആലുവയിൽ. ഒരു മഠാണത്. ശരിക്കും പറഞ്ഞാൽ സ്വാമിമാരെ, ശരിക്കും പറഞ്ഞാൽ തന്ത്രവിദ്യാപീഠം എന്നാണ് പറയാ. തന്ത്രികളെ പഠിപ്പിച്ചുണ്ടാക്കുന്ന സ്ഥലമാണ് തന്ത്രികൾ. പണ്ട് CH മുഹമ്മദ് സാഹിബ് പറയാറുണ്ട്, മന്ത്രിക്കാൻ അറിയുന്നവൻ തന്ത്രിയും തന്ത്രം അറിയുന്നവൻ ആരാണ്? മന്ത്രിയൻ. അള്ളാഹു സ്വർഗം, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അഭിനന്ദനായ CH. മനോഹരമായി മലയാളത്തിന് പല പദപ്രയോഗങ്ങളും തന്ന CH. പക്ഷെ ഞാൻ അവിടെ പോയപ്പോ അവിടെ ആദ്യം കണ്ടെന്താ, ഡ്രില്ലാണ്. എന്നുവെച്ചാൽ RSSന്റെ ഡ്രില്ല്. ഇനി അങ്ങോട്ട് കയറിയാൽ എന്താണ് അവസ്ഥ എനിക്ക് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ പക്ഷേ അവിടെ ചെന്നത് എന്റെ സുഹൃത്തിനെ കാണുക മാത്രമല്ല, അവിടുത്തെ വലിയ ലൈബ്രറി ഉണ്ട്, സംസ്കൃത പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതിപുരാതനമായ ലൈബ്രറി. ആ ലൈബ്രറിയിൽ ചെന്ന് പുസ്തകങ്ങൾ പരതാനും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ കാണാനും ചെന്നപ്പോ മാനേജർ എന്നെ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നപ്പോ അദ്ദേഹം എന്നെ പരിചയപ്പെട്ടപ്പോ എന്നോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയിലെ പ്രവർത്തകനാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകനാണ്. അയാൾ ഏറ്റവും ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ സംഘടനയാണോ? സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ അത്ഭുതാതിരേകത്തോടെ പറഞ്ഞു അതെ. അപ്പോ ആ മനുഷ്യൻ പറയാൻ, ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടുകാരനാണ്, ഞാൻ വാഴക്കാട് സ്വദേശിയാണ്.
എന്നിട്ട് അയാൾ പറയാൻ, ഞങ്ങൾ ചെറുപ്പക്കാർ കന്നിയത്ത് ഉസ്താദ് നടന്നു വരുമ്പോ വരമ്പത്തുനിന്ന് മാറാതെ നിൽക്കാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ കന്നിയത്ത് വന്നാൽ അറിയാതെ മാറിപ്പോകും. അതാണ് ആ മനുഷ്യന്റെ വലിപ്പം. വല്ലാത്തൊരു അത്ഭുതമാണ് കന്നിയത്ത് ഉസ്താദ്. ആരാ പറയണത്? ഈ രാജ്യത്ത് ഫാസിസത്തെ നട്ടുനനച്ചു വളർത്താൻ, ആത്യന്തികമായ ഹൈന്ദവ വർഗീയതയെ വളർത്താൻ ആവശ്യമാകുന്ന വിധത്തിൽ പണി നടത്തിയ സാക്ഷാൽ മാധവ്ജി എന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഫിലോസഫർ സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ മാനേജർ. ഞാൻ കടന്നു ചെല്ലുമ്പോഴും ഡ്രില്ല് കണ്ടിട്ട് കടന്നു ചെല്ലേണ്ടി വരുന്ന ആ സ്ഥാപനത്തിന്റെ മാനേജർ പറയാൻ, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ. നോക്കൂ, സുന്നത്ത് കൊണ്ടേ നമുക്ക് ഉത്തരം കൊടുക്കാനാകൂ. കണ്ണിയത്ത്, സുന്നത്തുകളുടെ ജീവിതം നയിച്ച കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അല്ലാത്തൊരു പരിഹാരവും ഇല്ല. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. കണ്ണിയത്ത് ഉസ്താദ് ഒറ്റ വർത്താനോട് പറയട്ടെ, സമയം ഇങ്ങനെ അറിയാതെ വന്നു ഇങ്ങനെ പോകാൻ. മഹാനായ ഖായിദെ മില്ലത്ത്, അതിന്റെ രാഷ്ട്രീയമൊന്നും ഞാൻ ആലോചിക്കില്ല കേട്ടോ. മഹാനായ ഖായിദെ മില്ലത്ത്. ഏത് ഖായിദെ മില്ലത്ത്? പാർലമെന്റിൽ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയാതെ വന്നപ്പോ ഡൽഹിയിൽ ഒരു മഗ്രിബ് ഒരു പണ്ഡിതൻ തന്റെ കൂടെ കൂടിയപ്പോ അന്നത്തെ ജമാഅത്ത് കിട്ടിയതിന്റെ പേരിൽ മാറിയിരുന്ന് കരഞ്ഞിട്ട് ഈ ഇസ്മായിലിന് പെരുന്നാളാണെന്ന് പറഞ്ഞ് കരഞ്ഞ ഖായിദെ മില്ലത്ത്. എന്തിന്? ജമാഅത്തായി നിസ്കരിച്ചത്. ഇന്ന് നിസ്കരിക്കണ്ടോന്ന് അല്ലാഹു അഅലം. ജമാഅത്തായി നിസ്കരിച്ചത്. ആ ഖായിദെ മില്ലത്തിന് വേണ്ടി ഇന്ത്യ കണ്ട ശക്തി ദുർഗ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിര ഇഫ്താറിന് വേണ്ടി ഹലാലായ ഇറച്ചി കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് ഖായിദെ മില്ലത്തിന്റെ മുഖത്ത് നോക്കി, ഇസ്മായിൽ സാഹിബിന് വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം വരുത്തിച്ചത്. അതാണ് സുന്നത്ത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേറൊന്നും കൊണ്ടും നമുക്ക് ജയിക്കാനാവില്ല മുഹമ്മദിയ ജീവിതത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പകർത്തു തന്ന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരിലൂടെ, ശംസുൽ ഉലമയിലൂടെ, മഹാന്മാരിലൂടെയുള്ള വർത്തമാനമേ നമ്മുടെ ജീവിതത്തിന്റെ പുഷ്കലമായ ഭാവിയിലേക്ക് നോക്കാൻ നമുക്ക് വെളിച്ചം തരൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മഹാരഥന്മാർ, മഹാനായ സയ്യിദ് അവർകൾ ഇവിടെയുണ്ട്. പാണക്കാട് കുടുംബം എന്ന മഹത്തായ കുടുംബത്തിന്റെ സാന്നിധ്യം. ഈ കുടുംബമൊക്കെ നമ്മുടെ തണൽ മരങ്ങളാണ്. ഈ മഹാരഥന്മാർ നമുക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന പൂമരങ്ങളാണ്. അല്ലാഹു ആ മഹത്തായ ജീവിതങ്ങളെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇസ്സത്തോടെ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ.